ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ രാവിലെ കണ്ട വാർത്തകൾ. നമ്മൾ ഇതിലേക്കൊക്കെ വിശദമായി കടക്കുകയാണ്. രാവിലെ ആദ്യം കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മുത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ 4 അംഗ സംഘം സ്വർണം കവർന്നത്. ഇന്നലെ രാത്രി 10 കൂടിയാണ് ഈ കവർച്ച. ഗുലാം നബി ആസാദ് മുക്കത്ത് നിന്നും ചേരുന്നുണ്ട്. ആസാദ്, ഈ ഇത്തരത്തിലുള്ള കവർച്ചകൾ ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടൽ എന്താണ്? സ്ഥിരമായി ഇത്തരത്തിൽ ഈ ഒരു യാത്ര ചെയ്യുന്ന രീതി അറിയാവുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ കയ്യിൽ ആ സ്വർണ്ണമുണ്ട് എന്ന് വ്യക്തമായി ബോധ്യമുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതല്ലേ അതിന്റെ ഒരു സാധ്യത? എന്തോ അത്തരത്തിലൊരു കണക്കൂട്ടൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കൊടുവള്ളി ഓമശ്ശേരി റോഡിലെ മുത്തമ്പലത്ത് വെച്ച് ഒരു കാർ, പുറകെ വന്ന കാർ സ്കൂട്ടറിൽ ഇടിച്ച് ഇദ്ദേഹത്തെ വീഴ്ത്തുകയും തുടർന്ന് കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്കൂട്ടറിനകത്തുണ്ടായിരുന്ന 2 കിലോയോളം വരുന്ന സ്വർണം കടന്ന് കളയുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ഇയാൾക്ക് പരിക്കേൽച്ച് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് അതേസമയം തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇയാള് സ്വർണ്ണ വ്യാപാരി, സ്വർണ്ണ നിർമ്മാതാവ്, ആഭരണ നിർമ്മാതാവ് കൂടിയാണ് ഈ ബൈജു. അതുകൊണ്ട് തന്നെ ഈ കൊടുവള്ളിയിലെ വിവിധ കടകളിൽ നിന്നും ആഭരണ നിർമ്മാണത്തിന് ശേഖരിച്ച സ്വർണം ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് ആസാദ്? പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തുകയും CCTV ഉൾപ്പെടെയുള്ള പരിശോധിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു സെയിം സീരീസിലുള്ള ഒരു വ്യാജ നമ്പർ ഉപയോഗിച്ച കാറിലെത്തിയാണ് ഇവർ ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ CCTV പരിശോധനയിലൂടെ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ അന്വേഷണം ഊർജിതമായി തുടരുന്നുണ്ടെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയും. ശരി, എന്നാലും 2 കിലോ സ്വർണ്ണമാണ് കവർന്നത്. സ്കൂട്ടറിൽ പോവുകയായിരുന്നു വ്യാപാരി. കാറിലെത്തിയ സംഘം കാറിൽ ഇടിച്ചു വീഴ്ത്തി അങ്ങനെ ആക്രമണം നടത്തുകയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അന്വേഷണത്തിന്റെ പുരോഗതി ഉടൻ പ്രതികളിലേക്ക് എത്തിക്കും. ആരാണോ സ്വർണം കവർന്നത് അവരിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഗുലാം നബി ആസാദാണ് വിവരം നൽകിയത് മുക്കത്ത് നിന്ന്. ക്ഷേമ പെൻഷൻ അത് തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉടൻ തുക തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. സമയബന്ധിതമായി പലിശയടക്കം തുക തിരിച്ചുപിടിക്കാനാണ് സർക്കാർ തീരുമാനം. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്. ഇതിന് ഇവരെ സഹായിച്ചവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകും. വി അരുൺ ചേരുന്നു. അരുൺ, ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, സാഹചര്യമാണ്. എങ്ങനെയൊക്കെയാണ് ഈ തിരിച്ചുപിടിക്കുക എന്നുള്ളത് ലക്ഷ്യമിടുന്നത്? സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ക്ഷേമ പെൻഷനാണ് ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളൊന്നായി സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. അത് പിണറായി സർക്കാരിന്റെ ആദ്യ സർക്കാരും അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്കാരും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വന്നതിനെ തുടർന്ന് പലപ്പോഴും ഈ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. അത് കൃത്യമാക്കാൻ ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ. അതിനിടയിലാണ് ഇത്തരത്തിൽ ഗസറ്റഡ് ഓഫീസർമാർ വരെയുള്ളവർ ഈ രീതിയിൽ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. നേരത്തെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പെൻഷൻ 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാന പരിധിയുള്ളവർ പെൻഷനിൽ നിന്ന് സ്വയം ഒഴിവാകണം. അതിന് സമയപരിധി സർക്കാർ നൽകിയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിന്മാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും കൂട്ടാക്കാതെ തുടർന്നാണ് സർക്കാർ പരിശോധന നടത്തിയത്. അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ വിതരണത്തിന് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ്. അതും ഈ സേവന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ആപ്പുമുണ്ട്. ഇത് രണ്ടും ആധാർ തമ്മിൽ പരിശോധിച്ചാണ് ഇങ്ങനെ തട്ടിപ്പുകാരെ കണ്ടെത്തിയത്. ഇവരോട് ഉടൻ പണം തിരിച്ചടയ്ക്കാതെ പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ശമ്പളം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ശമ്പളം തിരിച്ചു പിടിക്കും. സർക്കാർ തവണകളായാണോ ഒറ്റത്തവണയെ പിടിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പലിശ സഹിതം ഇവരിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് തന്നെ സർക്കാരിന് അക്കാര്യത്തിൽ കാര്യം കുറച്ചുകൂടി എളുപ്പമാണ്. അവരുടെ ശമ്പളം നൽകുമ്പോൾ അതിൽ നിന്ന് ഇത് കുറയ്ക്കാനുള്ള അവസരമുണ്ടാകും. അങ്ങനെ പണം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. പരിശോധന തുടരുകയാണ്. നേരത്തെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിച്ചിരുന്നു. അത് സർക്കാർ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ആഡംബര ജീവിതം നയിക്കുന്ന പലരും
ക്ഷേമ പെൻഷൻ എന്ന പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഈ സഹായം തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. അവരിലും പലരെയും സർക്കാർ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 60 ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഓരോ വർഷവും ഉണ്ടാകുന്നു. അങ്ങനെ അവിടെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം, അതായത് ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ബാധ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം, കോളേജ് പ്രൊഫസർമാരടക്കം, വലിയ ശമ്പളം വാങ്ങുന്ന കോളേജ് പ്രൊഫസർമാരടക്കം ഇങ്ങനെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്. ആ പണം ഉടൻ തിരിച്ചു പിടിക്കാനാണ് സർക്കാർ തീരുമാനം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകളും ഉണ്ടാകും. അരുൺ, ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷക സുനിമോൾ പറയുന്ന ഈ വേലി തന്നെ വിളവ് തിന്നുന്നു, കുറുന്തോട്ടിക്കും ക്ഷമിക്കണം രാധാകൃഷ്ണപിള്ളയാണ്. രാധാകൃഷ്ണപിള്ള പറയുന്നത് കുറുന്തോട്ടിക്കും വാദമാണ്, വേലി തന്നെ വിളവ് തിന്നുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ പെൻഷൻ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം, അപ്പോൾ ഈ ഓൺലൈനാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ അപ്പോൾ അതിൻ്റെ ഒരു അപ്രൂവൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അതോറിറ്റി ഇല്ലേ? അപ്പോൾ അവിടെ തന്നെ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. എങ്ങനെ ഇത് ഗ്രാൻഡഡായി എങ്ങനെ ഈ പെൻഷൻ ക്ഷേമ പെൻഷൻ ഇവർക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതല്ലേ? ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, വികലാംഗ പെൻഷനൊക്കെ നേരത്തെ നേടിയിരുന്ന ആളുകളുണ്ട്. ഈ പ്രായപരിധി ഇല്ലാത്ത ചില പെൻഷൻ, വികലാംഗ പെൻഷൻ ഉൾപ്പെടെയുള്ള പല പെൻഷനും നേരത്തെ കിട്ടിയിരുന്ന ആളുകളുണ്ട്. അവർ സർവീസ് വന്ന ശേഷവും ഇത് വാങ്ങുന്നു. അത് വളരെ കുറച്ചു പേർ മാത്രമാണ്. അങ്ങനെ ഒരു കണക്കുകൂടി ഇതിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഈ കോളേജ് പ്രൊഫസർമാരൊക്കെ എങ്ങനെ ഇത് ഉൾപ്പെട്ടുന്ന കാര്യത്തിൽ വലിയ വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ വലിയ ദുരൂഹതയുണ്ട്. ആരെങ്കിലും ഇവർ സ്വാഭാവികം സഹായിച്ചിരിക്കണം, അല്ലാതെ ആർക്കും അങ്ങനെ ആ രീതിയിൽ പട്ടികയിൽ ഉൾപ്പെട്ട് വരാൻ കഴിയില്ല. കാരണം കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് ക്ഷേമ പട്ടികയിൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ടോ, അനർഹമായി എങ്ങനെ കടന്നുകൂടുന്ന കാര്യത്തിലും ഒരുപക്ഷെ സർക്കാരിന്റെ അന്വേഷണം ഉണ്ടാകും. അതിൽ കുറച്ച് ആളുകൾ വികലാംഗ പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രായപരിധി നിബന്ധനയില്ലാത്ത പെൻഷൻ കൈപ്പറ്റുന്നവരായിരുന്നു. അവർക്കും സ്വാഭാവികമായും സർവീസിലേക്ക് വരുമ്പോൾ ശമ്പളം കിട്ടി തുടങ്ങുമ്പോൾ അവരും അതിൽ നിന്ന് ഒഴിവാകേണ്ടതാണ്. പക്ഷെ അവരും ഒഴിവായിട്ടില്ല. ഈ സർക്കാർ ചില പേരുകൾ പുറത്തുവിടാൻ പോലും മടിക്കുന്നത് ഇത്തരത്തിൽ വികലാംഗ പെൻഷൻ അടക്കമുള്ള വാങ്ങിയവരുണ്ട്. അവരെ ആ രീതി അപമാനിക്കേണ്ട എന്ന് കരുതിയാണ്. പക്ഷേ ഇന്നലെ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത് ഈ പട്ടിക യഥാർത്ഥ പേരുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും. അതായത് ഉന്നത ഉദ്യോഗസ്ഥൻ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാകാം അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നത്. ഇതുവരെയും ആ പേരുകൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇവരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കും. അതിനും തടസ്സം വന്നാൽ മാത്രം അത്തരം നടപടികളിലേക്ക് കടന്നാൽ മതി എന്നാണ് സർക്കാർ തീരുമാനം. ഏതായാലും നമുക്കറിയാം, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർക്ക് ആഹാരം വാങ്ങാൻ, മരുന്ന് വാങ്ങാനൊക്കെയാണ് പ്രതിമാസം ഈ തുക സർക്കാർ നൽകുന്നത്. അതാണ് കൃത്യമായി സർക്കാർ ശമ്പളം തന്നെ വാങ്ങി ജീവിക്കുന്ന, അതും 10,000-ങ്ങളും ലക്ഷങ്ങളുമൊക്കെ ശമ്പളം, ലക്ഷത്തിനടുത്തുമൊക്കെ ശമ്പളം വാങ്ങുന്ന പലരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സാധാരണക്കാരുടെ വെല്ലുവിളിയാണ്. സർക്കാരിൻ്റെ ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള നീക്കമായി കൂടി ഒരുപക്ഷെ ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. എൽദോ, റൈറ്റ്, അത് തന്നെയാണ്. ഈ ശക്തമായിട്ടുള്ള നടപടി വേണം എന്ന് പൊതുജനങ്ങളുടെയും ആവശ്യം. നമ്മുടെ പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പറയുന്ന അലി പറയുകയാണ്, ഈ ദരിദ്രന്റെ ക്ഷേമനിധി കൊള്ളയടിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഫോട്ടോയും അഡ്രസ്സും പുറത്തുവിടണം, ഇവരെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. ഇനി തങ്കച്ചനും പറയുന്നു, ഇവരെ എല്ലാം സർവീസിൽ ഡിസ്മിസ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന്. അങ്ങനെ സ്വാഭാവികമായും ഒരു രോഷമുണ്ടാകും. ഇത്തരത്തിലൊരു കൊള്ളയടി നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം സാധാരണക്കാരുണ്ടാകുമ്പോൾ എങ്ങനെ കുറ്റം പറയാനാണ്? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് ന്യൂസ് 18 എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്. അത് നേരത്തെ പ്രധാന വാർത്തകളിൽ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ നടപടി വൈകിയപ്പോൾ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടമാണ്. പ്രതിവർഷം 20 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന കശുവണ്ടി ഫാക്ടറിയാണ് കോവിഡ് പ്രതിസന്ധി ഉൾപ്പെടെ ബാധിച്ച് പൂട്ടിപ്പോയത്. 2022 ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അപേക്ഷ നൽകിയെങ്കിലും കൊല്ലം ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. എന്നാൽ കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായി ഷാനിന്റെ വീട് ഇതിനോടകം ജപ്തി ചെയ്തു എന്ന് മാത്രമല്ല, ബാങ്ക് ലേലം ചെയ്യുകയും ചെയ്തു. ഓരോ ഫയലിലുമുള്ളത് തുടിക്കുന്ന ജീവിതമാണ് എന്നത്. കോവിഡിന് ശേഷം ബിസിനസ് നഷ്ടത്തിലാവുകയും അതിന് ബിസിനസ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി 2022 ജൂലൈ മുതൽ ബാങ്കിനോട് നിരന്തരമായി ലോൺ റീസ്ട്രക്ചർ ചെയ്യാനും എൻഹാൻസ്മെന്റ് ചെയ്യാനും അപേക്ഷകൾ കൊടുത്തിട്ടും യാതൊരുവിധ ഫലവും കാണാതെ 2022
ഡിസംബറോട് കൂടി വ്യവസായ വകുപ്പ് മന്ത്രിക്കും വ്യവസായ വകുപ്പിലേക്കും അപേക്ഷ നൽകിയായിരുന്നു. അപ്പോൾ അതിനും യാതൊരുവിധ മറുപടിയും ലഭിക്കാതെ 2023 ജനുവരിയിൽ അക്കൗണ്ട് നിഷ്ക്രിയാവസ്ഥയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് 2024 ആദ്യം തന്നെ ബാങ്ക് എന്റെ വസ്തുവകകൾ ലേലത്തിൽ വെക്കുകയും ചെയ്തു. കൊല്ലം സ്വദേശി ഷാൻ 2019-ലും 20-ലുമായി കാനറ ബാങ്ക് കടപ്പാക്കട ശാഖയിൽ നിന്ന് 40 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. വർഷം 20 കോടി രൂപ ടേൺ ഓവർ നേടിയിരുന്ന കശുവണ്ടി ഫാക്ടറി കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായി. 40 ലക്ഷം വായ്പാ ബാധ്യതയിൽ 25 ലക്ഷം രൂപ മറ്റൊരു വ്യവസായിക്ക് ജാമ്യം നിന്നതിന്റെ പേരിലായിരുന്നു. പ്രതിസന്ധി കാലത്ത് തിരിച്ചടവുകൾ മുടങ്ങി. ഇതിനിടെ കശുവണ്ടിയുമായി പോയ വാഹനം അപകടത്തിൽപ്പെട്ടതിന്റെ ഇൻഷുറൻസ് തുക ലഭിച്ചതുമില്ല. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് 2022-ൽ അപേക്ഷ നൽകി. വായ്പാ പരിധി ഉയർത്താൻ കഴിയില്ലെന്ന അറിയിപ്പ് ലഭിച്ചത് കഴിഞ്ഞയാഴ്ച. ലേലത്തിൽ വിറ്റുപോയ വസ്തുവകൾ കഴിഞ്ഞതിന് ശേഷം 2024 നവംബർ 24-ാം തീയതി വ്യവസായ വകുപ്പിൽ നിന്നും 2023-ൽ NPA ആയതുകൊണ്ട് 2024-ൽ ലോൺ കൂട്ടി നൽകാൻ സാധിക്കില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുകയുണ്ടായത്. ഇങ്ങനെ ഒരു അറിയിപ്പെത്തുമ്പോൾ വീടും ഫാക്ടറിയും ഒന്നും ഷാനിന്റെ കയ്യിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നപ്പോൾ വീട് ജപ്തിയായി എന്നത് മാത്രമല്ല, ഇതിനകം അത് ലേലം ചെയ്തു പോവുകയും ചെയ്തു. 2021-ൽ പരാതി നൽകി കഴിഞ്ഞയാഴ്ച മറുപടി ലഭിച്ച മറ്റൊരു മുൻ കശുവണ്ടി വ്യവസായി കൊല്ലം സ്വദേശി ജയചന്ദ്രന്റെ വീടും നേരത്തെ ജപ്തി ചെയ്തിരുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് നോക്കുക. ഒരു വ്യവസായി ഇത്രമാത്രം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അത് അനാസ്ഥ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. മറ്റൊരു വാർത്തയിലേക്ക്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ തുടർ നടപടികൾക്കായി പെൺകുട്ടിയുടെ കുടുംബം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തും. ആദ്യ പരാതി ഹൈക്കോടതി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയതാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഭർത്താവ് രാഹുൽ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പുകൂടി ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പുതിയ പരാതിയായി ചൂണ്ടിക്കാണിക്കാനാണ് നീക്കം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നു. ഡാനി, ഇന്നലെ ഡാനിയോട് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതാണ്, അതായത് വീണ്ടും കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്നുള്ളത്. നേരത്തെ ഈ പന്തീരാങ്കാവ് കേസ് കോടതിയിൽ ഒത്തുതീർപ്പായി എങ്കിൽ പോലും അത് പുനഃപരിശോധിക്കണമെന്നുള്ള ഒരു നിലപാടാണല്ലോ കുടുംബത്തിന്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു നിയമവശങ്ങൾ, എങ്ങനെയാണ് ഇവർ കരുതുന്നത്, എങ്ങനെയാണ് ഉപദേശം അവർക്ക് അഭിഭാഷകർ നൽകുന്നത്? എൽദോ, ഇക്കാര്യത്തിൽ അഭിഭാഷകർ ഒരു കൂടിയാലോചനകൾ ഒരു ആദ്യവട്ടം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസ് പുതിയ കേസായി രജിസ്റ്റർ ചെയ്ത് പരാതി ഇപ്പോൾ പുതുതായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ കേസിനൊപ്പം തന്നെയാണ് നേരത്തെ റദ്ദാക്കിയ കേസ്, അതായത് രണ്ടുപേരും കൂടി സംബന്ധിച്ച കോടതിക്ക് മുൻപാകെ കൗൺസിലിംഗ് എല്ലാം നടത്തി അവർ ഒരുമിച്ച് ജീവിക്കാനെല്ലാം തന്നെ ധാരണയായതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അന്ന് കോടതിക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. കൗൺസിലിംഗ് സമയത്ത് രണ്ടുപേരും സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ രാഹുലും രാഹുലിൻ്റെ കുടുംബവും എല്ലാം തന്നെ അതിൽ നിന്ന് വളരെ വിഭിന്നമായാണ് പിന്നീട് പെരുമാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ തൽസ്ഥിതി എന്നത് ആദ്യ കേസിൽ ഉണ്ടായപ്പോൾ കോടതിക്ക് മുൻപാകെ നൽകിയ ഉറപ്പുമേൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ രീതിയിലുള്ള ലംഘനമാണ് നടന്നതെന്ന ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെയാണ് പെൺകുട്ടി രണ്ടാമതായി ഇപ്പോൾ ഈ മർദ്ദനമേറ്റ പുതിയ സാഹചര്യമുണ്ട്, വീണ്ടും മർദ്ദനമേറ്റ സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസിൽ പരാതി എഴുതി നൽകിയിട്ടുമുണ്ട്. അതിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. തനിക്ക് ഗുരുതരമായ രീതിയിൽ തന്നെ ഭർത്തൃ വീട്ടിൽ നിന്ന് ഈ മാനസികമായ പീഡകൾ ഏൽക്കേണ്ടി വന്ന സാഹചര്യം, ഭർത്താവിൽ നിന്ന് ഗുരുതരമായി തന്നെ ശാരീരികമായി മുറിപ്പെടുത്തിയിരിക്കുന്നു, തനിക്ക് പരിക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിൽ അവർ നിർബന്ധിതമായിട്ട് തന്നെ അവരൊരു നല്ല ജോലി ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്നെല്ലാം തന്നെ അവരെ രാജിവെപ്പിച്ചുകൊണ്ട് തീർത്തും നിരാലംബയാക്കുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ അവരെത്തിച്ചു. അപ്പോൾ ഈ രീതിയിൽ ഇന്നലെ അവരുടെ പിതാവ് പറയുന്നതനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഒരു സൈക്കോപാത്ത് എന്ന രീതിയിലാണ് മകളുടെ ഭർത്താവ് ഇടപെട്ടിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇത് കോടതിക്ക് മുന്നിലേക്കും അതോടൊപ്പം തന്നെ പുതിയ പരാതികളിലും എല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്
തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ അധ്യക്ഷ തന്നെ അവർ നേരിട്ട് വിളിച്ച് സംസാരിച്ചുവെന്ന് പിതാവ് പറഞ്ഞു. ഇതിൽ നിയമപരമായ എല്ലാവിധ പിന്തുണയും തന്നെ അവർക്ക് നൽകുന്നു. മാനസികമായി അവർ കൂടുതൽ കരുത്താർജിച്ച് വരിക, അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും കമ്മീഷൻ അവർക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഇവരുമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഈ കേസുമായി മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. അതിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്ന് പറയുന്നു. പെൺകുട്ടിയെ പറയുന്നു കഴിഞ്ഞ തവണ തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇക്കാര്യങ്ങൾ ചെയ്തത്. ഏതാണ്ട് തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെയും എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ പറയേണ്ടി വന്നു? അതൊരു ഗുരുതരമായൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എന്തിന് പെൺകുട്ടി സ്വന്തം വീട്ടുകാർക്കെതിരെ മൊഴിമാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് പുതിയ പരാതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വൈകാതെ കോടതിയെ അടക്കം സമീപിക്കും. ശരി, എന്താണ് നോക്കാം. വലിയ ട്വിസ്റ്റാണല്ലോ ആ സംഭവത്തിൽ ഉടനീളം സംഭവിക്കുന്ന. എന്താണെങ്കിലും ആ കേസിൽ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുകയാണ് കുടുംബം. ഇനി മറ്റൊരു വാർത്ത കൂടി ഡാനി പോൾ നമുക്ക് നൽകും. മറ്റൊന്നുമല്ല, മുനമ്പത്ത് അവിടെ ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 47ാം ദിവസത്തിലാണ്. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകളും വ്യക്തികളും സമരപന്തലിലേക്ക് ദിനംപ്രതി എത്തുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം അവസാനിപ്പിക്കേണ്ട എന്നുള്ളതാണ് സമരസമിതിയുടെ തീരുമാനം. അതേസമയം മുനമ്പം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ഇനിയുള്ള നടപടികൾ അത് വേഗത്തിലാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഡാനി, ഇന്നലെ മന്ത്രിസഭാ യോഗം ഈ എന്തൊക്കെയാണ് പ്രധാനമായും ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടത്, ആ കമ്മീഷന്റെ പരിധിയിൽ വരേണ്ടത് എന്നുള്ളതിൽ അംഗീകാരം നൽകിയിരുന്നു. ആ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് വന്നു. അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ സമര സമിതിക്കാർ, പ്രതിഷേധക്കാർ, ആ നാട്ടുകാർ? എൽദോ, ഇക്കാര്യത്തിൽ ഈ സമരസമിതി പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാർ പൊതുവെ പ്രതീക്ഷിക്കുന്നത് നടപടികൾ വേഗത്തിലാകണമെന്നതാണ് അവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ആവശ്യം. അവർ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ്. കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതോടെ ആളുകൾക്ക് പൊതുവിലൊരു സംശയമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്, എന്താണെന്നുള്ളതെല്ലാം ഒരു കൃത്യമായ രീതിയിൽ ഒരു സമയം പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകുക, ആ റിപ്പോർട്ട് നടപ്പാക്കുക, അതിനെല്ലാം തന്നെ അത്ര കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഇതുവരെയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അനുഭവങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മുനമ്പത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം ഇവർ ഈ റിപ്പോർട്ട് പരിഗണിച്ച് മന്ത്രിസഭ അതിലൊരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ ഈ 600-ലധികം വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങളടക്കം നടപ്പിൽ വരികയുള്ളൂ. ഇവർക്ക് രോഗികളടക്കമുള്ളവർ തങ്ങളുടെ ഭൂമിക്ക് റവന്യൂ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവരുടെ ചികിത്സയടക്കമുള്ള കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, വിവാഹമുണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ഭൂമി അവർ പണയം വെച്ചോ മറ്റ് ഈട് നൽകിയോ എല്ലാമാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നു. ഇത് പുനഃസ്ഥാപിക്കുക എന്നതാണ് അതിൽ പറയുന്നത്. സർക്കാരിന് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന തീരുമാനം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതിലൂടെ അത് കുറച്ച് കാലതാമസത്തിലേക്ക് നീങ്ങുമെന്നൊരു പൊതുവിമർശനം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ കത്തോലിക്ക സഭ തന്നെയും ആ രീതിയിലേക്ക് ഒരു നിലപാടെടുക്കുന്നതാണ് കണ്ടത്. കാരണം ദീപികയുടെ മുഖപ്രസംഗത്തിൽ അടക്കം ഈ കമ്മീഷൻ എന്തിന് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം അടക്കം വേണം. ഏതായാലും ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചു, അതിൻ്റെ പരിഗണനാ വിഷയങ്ങൾ വന്നു. അതിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൽ ഓരോരുത്തരുടെയും കരമൊടുക്കിയ രസീത് അത്തരം കാര്യങ്ങളിലേക്ക് പരിശോധനകളിലേക്ക് പോയാൽ കാലതാമസമെടുക്കും. പക്ഷെ അത് അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ള സൂചനകളുണ്ട്. നിലവിലെല്ലാം ശേഖരിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് വഴി. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം എന്ന നാട്ടുകാരുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാകും പ്രവർത്തനം എന്നതാണ്. എങ്കിൽ കൂടിയും അതിന് ഒരു 3 മാസം കൊണ്ടോ നടപ്പിലാകാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ അധ്യക്ഷനായി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മറ്റ് ചുമതലകളും കൂടിയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ എങ്ങനെയാണ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ, അത് എത്രയും പെട്ടെന്ന് ഓഫീസ് ആരംഭിച്ച പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ മുനമ്പത്തേക്ക് എത്തിക്കൊണ്ട് അത് അവർക്ക് മുന്നിൽ വിശദീകരിക്കുക എന്നതാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. എന്തായാലും സമരം 47 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്.
റൈറ്റ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകി. എന്നാലും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ള പരിഗണന എന്തൊക്കെ വരണമെന്നുള്ളത് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുനമ്പത്തുകാർ. പക്ഷേ സമരം 47 ദിവസത്തിലാണ്. അത് തീർപ്പാകുന്നതുവരെ, അതൊരു കൃത്യമായിട്ട് പരിഹാരത്തിലേക്ക് എത്തുന്നതുവരെ സമരം തുടരാനാണ് അവരുടെ തീരുമാനം. മറ്റൊന്ന്, വയനാട് MP ആയി പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. അദാനി സമ്പൽ സംഘർഷങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും സഭ പ്രക്ഷുബ്ധമായേക്കും. ER രാഗേഷ് വിവരങ്ങൾ ചേരുന്നുണ്ട്. രാഗേഷ്, സഭ തുടർച്ചയായിട്ട് പ്രക്ഷുബ്ധമാണ്. ഒപ്പം ആദ്യം പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ആദ്യം തന്നെ ആയിരിക്കില്ലേ, 11 മണിക്ക് തന്നെ? മറ്റൊന്ന്, ഈ സഭയിൽ ഇന്നും പ്രതിഷേധം തുടരാനാണോ? മറ്റൊരു, ഒപ്പം തന്നെ ഒരു മാർച്ചും സംഘടിപ്പിക്കുന്നില്ലേ കോൺഗ്രസ് ഇന്ന് പാർലമെന്റിലേക്ക്? എൽദോ, അതെ, ഇന്ന് ആദ്യത്തെ അജണ്ടയായാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണയായി അത് തന്നെയാണ് പതിവ്. 11 മണിക്ക് ലോക്സഭ സമ്മേളിക്കുമ്പോൾ തന്നെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. പ്രിയങ്ക ഗാന്ധി അങ്ങനെ വയനാട് MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടുകാർ പ്രിയങ്കയെ പാർലമെന്റിലേക്ക് അയച്ചത്. ഏതാണ്ട് 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം. ഏതായാലും പ്രിയങ്ക കൂടി എത്തുന്നതോടുകൂടി ഒരേ സമയം ഗാന്ധി കുടുംബത്തിലെ 3 പേർ പാർലമെന്റ് അംഗങ്ങളാകുന്നെന്ന് പ്രത്യേകതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി റായ്ബറയിൽ നിന്നുള്ള അംഗമാണ്. സോണിയാഗാന്ധി 99 മുതൽ പാർലമെന്റിലുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം സോണിയ രാജ്യസഭയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ 3 പേർ ഒരേ സമയം പാർലമെന്റിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിൽ എത്തുന്നത് ഊർജം പകരുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ടാലിയാണ് നിലവിൽ ലോക്സഭയിലുള്ളത്, 99 അംഗങ്ങൾ. ഏതായാലും പ്രിയങ്ക ഗാന്ധിയെ കൂടാതെ മറ്റൊരു അംഗം കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ നാന്ദേദിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP തന്നെയാണ് രവീന്ദ്ര ചവാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ 2 പേരുടെ സത്യപ്രതിജ്ഞയാണ് ആദ്യം നടക്കുക. അതിനുശേഷം സഭ മറ്റു നടപടികളിലേക്ക് കടക്കും. പക്ഷേ പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അദാനി വിഷയം ചർച്ച വേണം, സഭാ നടപടികൾ നിർത്തിവെച്ച ഈ വിഷയത്തിൽ ചർച്ച വേണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അടക്കം ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അദാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയത് ചെറിയ കേസുകളിൽ പോലും ആളുകളെ ജയിലിലടയ്ക്കുമ്പോൾ അദാനിക്ക് കേന്ദ്രം സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും നോട്ടീസ് നൽകും. ലോക്സഭാ സ്പീക്കർ അതിന് അനുമതി നൽകാൻ സാധ്യതയില്ല. വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്യും. ഒപ്പം സമാജ്വാദി പാർട്ടി കഴിഞ്ഞ 2 ദിവസങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സമ്പൽ സംഘർഷത്തിൽ ചർച്ച വേണമെന്നാണ്. ഇതിനും സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇന്ന് ലോക്സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. സമാനമായ പാർലമെന്റിൽ നിന്നും ബഹളത്തിനുള്ള സാധ്യതയാണ് രാകേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്രയിൽ, അവിടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ BJP ദേശീയ നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ളതാണ് സൂചന. 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായേക്കും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇന്ന് ഡൽഹിയിലെത്തി BJP ദേശീയ നേതാക്കളെ കാണുന്നുണ്ട്. ഇതിനിടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. രാകേഷ് വിവരങ്ങൾ നൽകും. രാകേഷ്, ഈ തുടർച്ചയായി കാലാവധി അവസാനിച്ചിട്ടും മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ. അപ്പൊ എന്താണെങ്കിലും അതൊരു പൂർണ്ണമായും രമ്യമായി അവസാനിക്കുന്നു എന്നാണോ? ആയതോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫഡ്നവിസിന് വഴിയൊരുങ്ങുകയാണ്. കാരണം അതിലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയതുകൂടി ഏതായാലും NDA സഖ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭിന്നത അത് മാറുകയാണ്. കാരണം ഏക്നാഥ് ഷിൻഡെ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താൻ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. BJP എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം ശിവസേന നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കൃത്യമായി ദേവേന്ദ്ര ഫഡ്നവിസിന് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴിയൊരുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസ് 3ാം തവണയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവുകയാണ്. 2014 അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. സംസ്ഥാനത്ത് തന്നെ BJPയുടെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായിരുന്നത്. പിന്നീട് ഒരു തവണ കൂടി അദ്ദേഹത്തിന് വന്നെങ്കിൽ പോലും 5 ദിവസം മാത്രമാണ് ആ കാലാവധി ആ കസാരയിൽ ഇരിക്കാൻ സാധിച്ചത്. വീണ്ടും ഏതായാലും ചരിത്ര വിജയം BJP നേടുമ്പോൾ ഫഡ്നവിസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. അതിനുള്ള സാധ്യത തെളിയുന്നു. ഏതായാലും ഡൽഹിയിൽ തന്നെയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്ന് സഖ്യ നേതാക്കളായ ഏക്നാഥ് ഷിൻഡെയും ഒപ്പം തന്നെ അജിത് പവാറും ഡൽഹിയിലുണ്ട്. അവർ അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകും. സ്വാഭാവികമായും ഈ 2 പാർട്ടികളിൽ നിന്നായിരിക്കും ഉപമുഖ്യമന്ത്രിമാർ. അജിത് പവാർ ഏതായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തന്നെയായിരിക്കും വരാൻ സാധ്യത. പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി ആയിരുന്ന ഏക്നാഥ് ഷിൻഡെ ആ പദവി ഏറ്റെടുക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ശിവസേനയിൽ നിന്ന് ആര് ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതൊരു പക്ഷേ
ഏക്നാഥ് ഷിൻഡെയുടെ മകനായേക്കാം. നിലവിൽ അദ്ദേഹം കല്യാണം എന്നുള്ള MP ആണ്. മകനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാക്കാനുള്ള നീക്കം ഏതായാലും ഏക്നാഥ് ഷിൻഡെ നടത്തുന്നുമുണ്ട്. എൽദോ. റൈറ്റ്, രാകേഷാണ് വിവരം നൽകിയതെന്നാലും ജാർഖണ്ഡിൽ ഇന്ന് സത്യപ്രതിജ്ഞയാണ്. മഹാരാഷ്ട്രയിലും പ്രതിസന്ധി മാറി. ഏക്നാഥ് ഷിൻഡെ വാശി ഒഴിവാക്കി ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആവുകയും ചെയ്യും. അതിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് ഇന്ന് പ്രതീക്ഷിക്കാം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സപ്ലിമെന്ററി കൺസഷൻ കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ ഓഫീസിൽ രാവിലെ 11 മണിക്കാണ് കരാർ ഒപ്പുവയ്ക്കുക. അദാനി പോർട്സ് CEO പ്രണവ് ചൌധരി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കരാറിന് സർക്കാർ അംഗീകാരം നൽകിയത്. ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധി കൂട്ടുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് കരാറിലുള്ളത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് കരാർ ഏറെ ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. നിരവധിയായിട്ടുള്ള വാർത്തകൾ വരുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് അതിഥികളുണ്ട് നമ്മളോടൊപ്പം. നമ്മുടെ സോഷ്യൽ മീഡിയ അവാർഡ്സ് നടന്ന് നമ്മൾ പ്രേക്ഷകർക്കറിയാം. അപ്പോൾ അതിൻ്റെ അതിഥി ഉണ്ടാകും. മറ്റൊന്ന് ഒരു പ്രമുഖ ചലച്ചിത്ര താരം നമ്മളൊപ്പം ചേരും. അത് മറ്റൊന്നുമല്ല, അത് സസ്പെൻസ് ആണ്. നമുക്കറിയാവുന്ന വെള്ളിയേട്ടൻ സിനിമ കാണാത്തവരാരും ഉണ്ടാകില്ലല്ലോ. വെള്ളിയേട്ടൻ സിനിമയുടെ റിലീസാണ് നാളെ. വീണ്ടും പുത്തൻ സാങ്കേതിക വിദ്യയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേരും ഒരു അതിഥി എത്തുമ്പോൾ തന്നെ കാണിക്കാം. ഞാൻ അതിനും മറ്റ് ചില വാർത്തകളിലേക്ക് പോവുകയാണ്. ആദ്യം നോക്കാം ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ അനുമോദ് ചേരുകയാണ്. ശബരിമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്ത് വലിയ തിരക്കായിരുന്നു. അത് ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ അനുമോദ് എത്തിയിട്ട് കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? രാവിലെ എങ്ങനെയാണ്? വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ അനുമോദ്? എൽദോ, നമ്മളിപ്പോൾ സന്നിധാനത്ത് രാവിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെയാണ്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. 74,000-നടുത്ത് അയ്യപ്പന്മാർ മാത്രമാണ് ഇന്നലെ 18-ാം പടി കയറിയിട്ടുള്ളത്. വലിയ തടസ്സമില്ലാതെ എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. 18-ാം പടിയിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. എവിടെയും ഭക്തർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 2-3 മണിക്കൂർ കൊണ്ടൊക്കെ സാധാരണ പോലെ നടന്നെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ എല്ലാ ദിവസവും 90,000-ന് മുകളിൽ ഓൺലൈൻ ബുക്കിംഗ്, വിർച്വൽ ക്യൂ ബുക്കിംഗ് വരുന്നുണ്ടെങ്കിലും അതിൽ 10,000-ത്തോളം 10,000-ത്തിലധികം പേർ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗിൽ കൂടുതൽ 10,000-ത്തിന് മുകളിൽ ആളുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അയ്യപ്പന്മാർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. 18-ാം പടിയിലൂടെ ഇപ്പോൾ ആളുകളെ തിരക്കിട്ട് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യവുമില്ല. ആളുകൾക്ക് 18 പടികളും തൊട്ട് തൊഴുത് കയറി വരാവുന്ന തരത്തിലേക്കുള്ള ഒരു തിരക്ക് മാത്രമാണ് ഇപ്പോഴുള്ളത്. പുതിയ പോലീസ് സേനാംഗങ്ങളും ആണ് ഇവിടെ ചാർജ് എടുത്തിട്ടുള്ളത്. പക്ഷേ 18-ാം പടിയിലെ വേഗത, 18-ാം പടിയിലൂടെ ആളുകളെ കയറ്റിയതിന്റെ എണ്ണം ഇപ്പോൾ നമ്മൾ വലിയ വിഷയമുള്ള കാര്യമല്ല. കാരണം തിരക്ക് നിയന്ത്രണ വിധേയമാവുമ്പോൾ പതുക്കെ കയറ്റിയാലും അവർക്ക് 18 പടികളും തൊട്ട് തൊഴുത് അവരുടെ ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് ദർശനം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിലെല്ലാം നിയന്ത്രണ വിധേയമായിട്ടുള്ള തിരക്ക്. ആളുകൾക്ക് ദർശനത്തിന് ഏറെ സമയം കാത്തു നിൽക്കാതെ ഇവിടേക്ക് എത്താൻ കഴിയും. 1ഉം 2ഉം തവണയൊക്കെ ദർശനം നടത്തി മടങ്ങാൻ കഴിയും. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ഈ അയ്യപ്പന്മാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെയില്ല. അന്തരീക്ഷവും തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ, പക്ഷേ 12-ാം പടിക്ക് കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ ധാരാളമായിട്ടുള്ള അയ്യപ്പന്മാർ ഈ 12 ദിവസത്തിന് ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുക. അപ്പോൾ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് മണ്ഡലകാലം 1-ാം തീയതി മാലയിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇനി മല കയറുന്ന സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ വരും ദിവസങ്ങളിൽ തിരക്ക് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലുണ്ട്. നിലവിൽ അയ്യപ്പന്മാർക്ക് സുഗമമായി
ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഉള്ളത്. ശരി അനുമോ, എന്തായാലും ശബരിമലയിൽ നല്ല തിരക്കുണ്ട്. സ്പോട്ട് ബുക്കിംഗും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദാണ് അവിടെ ചേർന്നത്. ആർക്കും ഈ ദർശനം സാധ്യമല്ലാതെ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതായിരുന്നു ഈ മണ്ഡലകാലത്തിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നും. അപ്പോൾ അനുമോദ് അവിടെ തുടരുകയും ചെയ്യും ശബരിമലയിൽ നിന്ന്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയേട്ടൻ സിനിമയുടെ റിലീസാണ് നാളെ. അപ്പോൾ അതിഥി എത്തും, ഒരു ഗംഭീര അതിഥിയാണ്. തൊട്ട് ഉടൻ തന്നെ നമ്മളൊപ്പം ചേരുകയും ചെയ്യും. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. സാമൂഹ്യക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരി സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ. ഓഫീസ് അസിസ്റ്റന്റുമാർ മുതൽ ഗസറ്റഡ് ഓഫീസർമാർ വരെ തട്ടിപ്പ് നടത്തിയെന്ന് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. 1458 ഉദ്യോഗസ്ഥരുടെ പേര് വിവരം പുറത്തുവിട്ടു. പെൻഷൻ തട്ടിപ്പുകാരിൽ കൂടുതൽ പേർ ആരോഗ്യവകുപ്പിൽ. തട്ടിപ്പുകാരുടെ പട്ടിക പൂർണ്ണമായി പുറത്തുവന്നാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി. ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. അനധികൃതമായി വാങ്ങിയ പണം തിരികെ പിടിക്കും. പെൻഷന് അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെന്ന് മന്ത്രി. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ ജീവനക്കാരിൽ കള്ളനാണയങ്ങൾ കാണുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്തില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. പെൻഷൻ പ്രായം 60 ആക്കണമെന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ തള്ളി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണ ആവശ്യം തള്ളി CPM. നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ് CPM എന്നും MV ഗോവിന്ദൻ. ADMന്റെ മരണം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് CITU നേതാവ് മലയാലപ്പുഴ മോഹനൻ. CBI അന്വേഷണത്തെ എതിർക്കുകയല്ല പാർട്ടി സെക്രട്ടറി ചെയ്തത്. കൂട്ടിലടച്ച തത്ത എന്നത് കോടതി മുൻപ് പറഞ്ഞ അഭിപ്രായമെന്നും മോഹനൻ പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിൽ നിലപാട് അറിയിക്കാൻ CBIയോട് ഹൈക്കോടതി. CBIക്കും സർക്കാരിനും നോട്ടീസ് അയച്ചു. കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കണം. കേസ് ഡിസംബർ 6 വീണ്ടും പരിഗണിക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ വേട്ടക്കാർക്കൊപ്പം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുടുംബം ഉന്നയിക്കുന്ന CBI ആവശ്യം സർക്കാർ സമ്മതിക്കണം. പാർട്ടി രഹസ്യം അറിയുന്ന ദിവ്യയെ CPM സംരക്ഷിക്കുന്നു. മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നും സതീശൻ പറഞ്ഞു. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന CPM വാദം നാടകമെന്ന് K സുരേന്ദ്രൻ. പ്രത്യേക അന്വേഷണ സംഘം ദിവ്യയെയും കളക്ടറെയും സംരക്ഷിച്ചു. നീതിപീഠം കണ്ണു തുറക്കുമെന്നാണ് പ്രതീക്ഷ. നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമാണ് സുരേന്ദ്രന്റെ പ്രതികരണം. റൈറ്റ്, ഓക്കെ. അപ്പൊ എന്താണെങ്കിലും രാവിലെ തുടരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു അതിഥി ഉണ്ടാകും എന്നുള്ളത്. മറ്റാരുമല്ല, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. എത്രമാത്രം ഞാൻ നേരിട്ട് കാണുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്ന വിജയകുമാരേട്ടാ, സ്വാഗതം. ഒരുപാട് സ്വാഗതം. താങ്ക് യു സോ മച്ച്. തിരുവനന്തപുരം തന്നെയാണല്ലോ അല്ലേ? വിഴിഞ്ഞാണ് തറവാട് അല്ലേ? തറവാട് വിഴിഞ്ഞത്താണ്. പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളം ഇങ്ങനെയൊക്കെ ആയിട്ട്. എറണാകുളം തിരുവനന്തപുരം ഷട്ടിലാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് വിജയകുമാരേട്ടൻ ഇവിടെ എത്തിയെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, വലിയേട്ടൻ സിനിമ വീണ്ടും എത്തുകയാണ് തിയേറ്ററുകളിലേക്ക്. അതെ, അതിന്റെ സന്തോഷം ഭീകരമാണ്. തീർച്ചയായിട്ടും. 24 വർഷത്തിന് ശേഷം വലിയേട്ടൻ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. അതും പുതിയ സാങ്കേതിക മികവോടുകൂടെ ഡിജിറ്റൽ ഡോൾബി സിസ്റ്റത്തിൽ ജനങ്ങളിലോട്ട് എത്തിക്കുകയാണ്. അമ്പലക്കര ഫിലിംസാണ് അതിൻ്റെ നിർമ്മാതാക്കൾ. പിന്നെ അതിനേക്കാൾ ഉപരി അറിയാമല്ലോ, എൻ്റെ ഗുരുനാഥൻ കൂടെയായ ഷാജി കൈല സാറിൻ്റെ ഒരു പ്രോജക്റ്റ് 24 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല പുതിയ തലമുറയ്ക്ക് അത് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പം നമുക്ക് തീർച്ചയായിട്ടും അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്.
ഈ വല്യേട്ടൻ സിനിമയിലെ എനിക്ക് ഇപ്പോൾ ആ ഒരു പാട്ടുണ്ടല്ലോ, മാനത്തെ, അത് ഭയങ്കര പോപ്പുലർ ആയ പാട്ടാണ്, നിറനാഴി പൊന്നി. അത് എനിക്ക് തോന്നുന്നു മോഹൻ സിത്താര സാറിന്റെ മ്യൂസിക്കിലാണ് പാട്ടുണ്ടായത്. അത് ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ. ഈ റീലുകളിൽ ഒരുപാട് തീർച്ചയായിട്ടും അതിപ്പോ നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗിങ്ങിൽ പോലും ആ പിള്ളേർ അത് വളരെ മനോഹരമായിട്ട് അത് പാടി എന്നുള്ളതാണ്. കാരണം അന്ന് അത് ഷൂട്ട് ചെയ്യുമ്പം ഇത് ഇത്ര കണ്ടങ്ങ് പോപ്പുലർ ആവുമെന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തേക്കാൾ ഹിറ്റ് ഇപ്പോഴാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ പറയാമോ, അതാണ് ഈ പടത്തിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. കാരണം ഈ 24 വർഷങ്ങൾക്ക് ശേഷം ഇത് വരുമ്പോൾ അന്ന് ആസ്വദിക്കാത്ത പലരും ഇന്ന് ഇതിന്, കാരണം സ്പേസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തു. സോഷ്യൽ മീഡിയാസിലൂടെയും നമുക്ക് അതിലൂടെയും റീൽസ് ആയിട്ടും മ്യൂസിക്കിന്റെ കണ്ടന്റ് ആയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് മോനേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനേട്ട അത് എവർഗ്രീൻ സോങ് അത്. കാരണം ഇന്ന് ഐഡിയ സിംഗറിലെ പിള്ളേർ അത് എടുത്ത് പാടണമെങ്കിൽ ഉറപ്പായിട്ടും അത് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഈ സിനിമ റീ റിലീസ് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഞാൻ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് സിനിമ. പക്ഷെ അതിനപ്പുറത്തേക്ക് വീണ്ടും മാസ്റ്റർ ചെയ്ത് അത് റീ റിലീസ് ചെയ്ത് 4K അറ്റ്മോസിൽ എത്തുമ്പോൾ എന്തൊരു വൈബ്രൻസി ഡിഫറൻസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ടെക്നോളജി നമുക്ക് 24 വർഷം മുമ്പത്തെ 24 വർഷം മുമ്പത്തെ ടെക്നോളജി അല്ലല്ലോ ഇപ്പോഴത്തെ ടെക്നോളജി. ഡോൾബി സിസ്റ്റം, പിന്നെ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, ക്രൈസ്റ്റ് കിങ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു തിയേറ്റർ മെറിറ്റ്. പല തിയേറ്റർ കംപ്ലയിൻറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. അത് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല. ഒരുപാട് തിയേറ്ററുകളിൽ ചിലപ്പോൾ നമുക്ക് ഇത് വൈഡായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അയ്യോ ആ തിയേറ്ററിൽ വേണ്ടായിരുന്നു, അത് ഭയങ്കര ബോറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ടെക്നോളജി വന്നു, പിന്നെ ഡോൾബി സിസ്റ്റം വന്നു, പിന്നെ ഓൾമോസ്റ്റ് മൾട്ടിപ്പിൾ കോംപ്ലക്സിലോട്ടാണ് ഇപ്പം തിയേറ്റർ കളിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എഫക്റ്റീവ്ലി നമ്മൾ കൊടുക്കുന്ന ഓരോ സിനിമകളും, എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ഷായ് സാറിൻ്റെ പടത്തിന് റീ റെക്കോർഡിങ് വലിയൊരു ഘടകം തന്നെയാണ്. ഷായ് സാറിൻ്റെ രാജാമണി സാർക്ക് ഒരു കോംബോ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പല പടങ്ങളുടെയും റീ റെക്കോർഡിങ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഇത് തന്നെയായിരുന്നു. എസ്പെഷ്യലി ഷായ് സാറിൻ്റെ പടത്തിന്, ഒരു ആക്ഷൻ പടങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന എൻ്റെ അടുത്ത് ആരോ പറയാം കേട്ടോ, ആർക്കും ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടില്ലല്ലോ. അതിൽ ഞങ്ങൾ മനോജ് കെ ജയൻ, സിദ്ദിഖക്ക, ഞാൻ, സുധീഷ്, അപ്പോൾ ഇവരാണ് സഹോദരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അവരെല്ലാവരും ലൈവാണ്, സ്റ്റിൽ ദേ ആർ ഗോയിങ് ദെയർ ഓൺ പ്ലാറ്റ്ഫോംസ്. അപ്പം അതുകൊണ്ട് ഇതിനൊരു വലിയൊരു, പിന്നെ ഇതിന്റെ ദൃശ്യ മികവെന്ന് പറയുന്നാൽ പുതിയ തലമുറ കൂടെ അത് മനസ്സിലാക്കണമല്ലോ. കാരണം ഇപ്പം മമ്മൂക്ക ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, ഭീഷ്മപർവം, മറ്റേ ഉണ്ട, പിന്നെ വേറെ എന്താ അങ്ങനെ എന്തൊക്കെ റോഷാക്ക്, അങ്ങനെയൊക്കെ പടങ്ങൾ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു, ഇന്നലെ തന്നെ എനിക്ക് ഈ ന്യൂസ് 18 അവർ എനിക്കൊരു പോസ്റ്റർ ആക്കി തന്നിട്ട് എനിക്ക് പെട്ടെന്ന് അയച്ചു തന്നപ്പം എൻ്റെ അടുത്ത് ഇരുന്നൊരു പയ്യൻ പറഞ്ഞു, ഏട്ടാ നമുക്കിത് മറ്റേ ആ പാട്ടിന്റെ റീൽസ് ഇടാന്ന് പറഞ്ഞിട്ട്, ഈ പാട്ടിന്റെ. അപ്പം ഞാൻ ആലോചിക്കുക, അതൊരു മണ്ണിന്റെ, അതായത് നമ്മുടെ നേറ്റിവിറ്റി ഉള്ള കഥാപാത്രങ്ങളിലൂടെ മമ്മൂക്ക ഒരു വലിയേട്ടനായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വളരെ ആസ്വദിക്കും. കാരണം ഇപ്പം മമ്മൂക്കയുടെ സെലക്ഷനിൽ അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. ഞങ്ങൾ വൈവിധ്യം ശ്രമിക്കുന്നുണ്ട്. വൈവിധ്യത്തിലല്ല, അല്ല അതുണ്ട്. ഈ ഞാൻ പറയുന്നത് വെച്ചാൽ മേക്കപ്പ് ബേസ് വൈവിധ്യങ്ങളല്ല. നമ്മളിപ്പോ ഞാൻ പറയുന്നു ഇപ്പം എന്താ ഡിപ്സിയുടെ മറ്റേ എന്താ പേന കത്തി കൊണ്ട് അല്ലെ, അങ്ങനെയൊക്കെ ഒരു പാട്ട് ഉണ്ടല്ലോ, ഡപ്സിയുടെ പേന കത്തി കൊണ്ട്, അങ്ങനെ പറയാം. മറിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ സൂര്യാംശു ഏതോ വയൽപ്പൂവിലും, അങ്ങനത്തെ ഒരു ലിറിക്സ് ഒന്നും നമുക്കിപ്പം കേട്ടുപിടിക്കാം. ജയകുമാർ സാറിന്റെ വരികളാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിന്റെ അന്തരങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് കാലം ഒഴുകിക്കൊണ്ടിരിക്കും, സിനിമകൾ വന്നുകൊണ്ടിരിക്കും, മമ്മൂക്ക പുതിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ പറയുന്ന ഇപ്പൊ ചേട്ടൻ തന്നെ പറയുണ്ടായല്ലോ, ഈ അത് കേൾക്കുമ്പം ഈ മാനത്തെ മണിത്തുമ്പത്ത് അങ്ങനത്തെ ആ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി, അതൊരു പുതിയ ഒരു ഇത് തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അന്നത്തെ ഒരു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഓർത്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടോ അന്നത്തെ ലൊക്കേഷൻ അനുഭവങ്ങൾ? ഒരുപാടുണ്ട്. പക്ഷെ ലൊക്കേഷനിൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ സൈദനാഥ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകന്റെ, ഇപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ആസിഫ് അലിയൊക്കെ ഉള്ളതാണ്, തൃപ്രയാറായിരുന്നു. അപ്പൊ അത് പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ആ സ്ഥലത്തിന്റെ പേരും എന്റെ ഊഹം ശരിയാണെങ്കിൽ പെരിങ്ങോട്ടുകരയാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കാരോണിലാണല്ലോ ഡ്രസ്സൊക്കെ മാറുന്നത്, ഞാൻ, ജഗദീഷ് ചേട്ടൻ എല്ലാവരും ഉണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ ഭയങ്കര ആളും ബഹളവും. മാത്രമല്ല യൂണിറ്റിലെ പിള്ളേർ അവരൊന്നിച്ചിട്ട് എവിടെ പോയെന്ന് ചോദിക്കുമ്പം, ഏട്ടാ അടുത്തൊരു മനമുണ്ട്, ഇല്ല ഏട്ടനറിയില്ല അത്. അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ.
വലിയേട്ടനിലെ മന എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ വേണ്ടി ആളുകൾ ഈ പുതിയ തലമുറ യൂണിറ്റ് അംഗങ്ങളും ടെക്നീഷ്യന്മാരും ഒക്കെ പോയി കണ്ടിട്ട് വരികയാണ്. അപ്പൊ അത് സ്റ്റിൽ അവിടെ നിലനിൽക്കുക. അത് ഇപ്പൊ ഈ വരിക്കാശ്ശേരി മന എന്നൊക്കെ പറയുന്നത് ഇത് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. വലിയേട്ടൻ ഷൂട്ട് ചെയ്തത് ഇതാണ്, ഇവിടെയാണ്. അപ്പം എന്നിട്ട് ഇവര് പലരും എനിക്ക് കാണിച്ചു തരും, ചേട്ടാ ഇവിടെയാണ് നിങ്ങൾ വന്ന് ഇറങ്ങുന്നത്, ഇവിടെയാണ് മറ്റേ ആനയുടെ കാലിന്റെ ഷോട്ട് ഷായി സാർ എടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ ഷായി സാറിനെ വിളിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം നമുക്ക് ആ 2 ചിത്രങ്ങളിന്റെയും ഒരു ഭാഗമാവുക എന്നുള്ളത് എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ആസിഫ് അടക്കം എന്നിട്ട് സത്യേട്ടൻ ആ സെറ്റിൽ വന്നിരുന്നു. അപ്പൊ സത്യേട്ടനും പറയുകയുണ്ടായി, വിജയകുമാർ അത് ഇവിടെ അടുത്താണ് ആ മന, കണ്ടായിരുന്നോ? അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ വളരെ അതിന് ഈ മനുഷ്യർക്കും പഴക്കം വരുന്നത് പോലെ മനയ്ക്ക് പഴക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷായി സാറിനെ വിളിച്ചിട്ട് ഷായി പറഞ്ഞു, സാറേ ഇത് അടുത്താണെന്ന്. ആണോടാ, ഞങ്ങളത് ഉടനെ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് പുതുതായിട്ട് ഷൂട്ട് ചെയ്ത് പടത്തിൽ വരുന്നുണ്ടെന്നൊക്കെ. ഇതിൽ ഉൾപ്പെടുത്തി. അപ്പൊ അതായത് ഈ സിനിമയിൽ ഒരു എന്താ പറയാ എഡിറ്റിംഗ് വൈസോ അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ്ങിന്റെ ഒപ്പം ഷോർട്സിനും പുതുമയുണ്ട്. ഷോർട്സിൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഷാചേട്ടൻ ഇങ്ങനെ അവർ പോയി എന്തൊക്കെയോ എക്സ്ട്രാ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് അത് സംസാരിക്കുന്നത്. ഓക്കെ ബൈ. എന്താണെങ്കിലും വലിയ പ്രതീക്ഷയാണ്. കാരണം നമ്മൾ എല്ലാവർക്കും ഇത്രയും ബിഗ് സ്ക്രീനിൽ വീണ്ടും മമ്മൂക്കയുടെ പഴയ അതെ ഷായ് സാറിന്റെ കുറെ മാനറിസം ഉണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതല്ലോ ഈ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ ടു ചിത്രത്തിന്റെ ക്യാമറ വെച്ച രവിവർമ്മൻ സാറാണ് അതിന്റെ ക്യാമറ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു നിർജ്ജൽ. കാരണം കാലം മുന്നോട്ട് പോയി, അതിലെ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളും ഒക്കെ അവരുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ടെക്നിക്കൽ ബേസിലും അവരും വളരെ മുന്നിലെത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രവിവർമ്മൻ സാറായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളി പറയും, ഞാൻ ഇവിടെ സ്വിറ്റ്സർലാൻഡിലാണ്, അവിടെ ലൊക്കേഷൻ കാണാൻ പോയതാണ്, ശങ്കറിന്റെ സിനിമകൾ, കമലഹാസൻ സാറിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ആർക്കും ഒരു ഇത് വന്നിട്ടില്ല, ഒരു മുന്നോട്ട് പൊക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാലം പോകുന്നതനുസരിച്ചുള്ള ടെക്നോളജിക്ക് അനുസരിച്ച് ടെക്നീഷ്യന്മാരും വളരുന്നു എന്നുള്ളൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓക്കെ, ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ നമ്മൾ ഈ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ തൊട്ട് അവിടെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ആഭ്യന്തര കുറ്റവാളി സൈദുനാഥ് സാർ സംവിധാനം ചെയ്യുന്ന, പിന്നെ ആസിഫ് അലി എനിക്ക് തോന്നുന്ന നല്ലൊരു സബ്ജക്റ്റാണ്. പിന്നെ നമ്മുടെ ക്രൈം ഡ്രാമയാണോ? അല്ല, അതൊരു പേര് കൊണ്ട് ചോദിച്ചാണ്. അല്ല, ഒട്ടും ക്രൈമേ അല്ല. അതൊരു ഫാമിലി ഓറിയന്റഡ്, കെട്ടിയോളന്റെ മാലാഹ എന്നൊക്കെ പറഞ്ഞ് ആ പടത്തിന്റെ ഒരു ജോണറിൽ വരുന്നൊരു സാധനമാണ്. അതിനേക്കാൾ ഉപരി നൈസാം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, തിരുവനന്തപുരം ബേസ്ഡ് ആണ്. പുള്ളിയാണ് ആ ചിത്രം നിർമ്മിക്കുന്നത്. പുള്ളി ഒരു നല്ലൊരു കലാകാരൻ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാഷൻ ആയിട്ടുള്ള ചില ആളുകൾ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ കിട്ടുന്നൊരു എനർജി. അപ്പം സേതു ചേട്ടനെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം. അപ്പം ഇന്നലെ കൂടെ ഞാൻ അസീസ് നെടുമങ്ങാടുമായിട്ട് സംസാരിക്കുമ്പം അസീസ് ഡബ് ചെയ്തു. അസീസ് പറഞ്ഞു, ചേട്ടാ അത് നന്നായിരിക്കുന്നു, നമ്മുടെ ചില കോമ്പിനേഷൻ സീക്വൻസുകളെ, അതൊരു ഓഡബിൾ സാധ്യത ഉള്ള പടമാണ്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഒരു കയ്യിലാണ്. ആസിഫും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ആസിഫിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ ഗംഭീരമാകുന്നുണ്ട്. ഇപ്പൊ കിഷ്കിന്റെ കാണ്ഡമൊക്കെ എടുത്ത് നോക്കിയാലും അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന കുറെ പ്രോജക്റ്റുകൾ, അതൊക്കെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വലിയേട്ടൻ സിനിമയില് നിങ്ങളുടെ ആ ഒരു ചേട്ടൻ അനിയൻ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ മമ്മൂക്ക സ്ക്രീനിൽ നമ്മൾ കണ്ടത് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഇടയിലുള്ള ഒരു മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, സംസാരവും വർത്താനവും കുശലം പറച്ചില്ല അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, ഈ മമ്മൂക്ക ഞങ്ങള് സത്യം പറഞ്ഞാല് നരസിംഹം കഴിഞ്ഞു, പിന്നെ ഞാനും മമ്മൂക്കയും ഒന്നിച്ചായിരുന്നു ദുബായ് എന്ന സിനിമ. ഓക്കെ, ദുബായിൽ നരസിംഹത്തിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ? പിന്നെ കോടതിയിൽ ഒക്കെ ആയിട്ടുള്ള. അപ്പം കുറച്ചു നാളുകൾ ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ തന്നെ സന്തത സഹചാരിയായിട്ട് ഈ ദുബായ് എന്ന സിനിമയിലും 3 മാസം ഞങ്ങൾ അടുപ്പിച്ചുണ്ടായിരുന്നു. അതിനുശേഷമാണ് വന്ന് ജോയിൻ ചെയ്യുന്ന പടം. പിന്നെ ഞാൻ ശ്രദ്ധ എന്ന സിനിമയ്ക്ക് പോയി, മമ്മൂക്ക വേറെ ഏതോ കഴിഞ്ഞിട്ട് വലിയേട്ടനിൽ വരും. അപ്പം സ്വാഭാവികമായിട്ട് ഈ മമ്മൂക്കയ്ക്ക് എന്താ പറയുക, അത് അവരുടെ ഒരു ടെക്നിക്കൽ എന്ന് വെച്ചാൽ ഇവരുടെ ഒരു വിഗ്രഹങ്ങൾ കുറച്ചുകൂടെ കൊളാബറേറ്റ് ആയിട്ട് നിന്നാലല്ലേ, മിങ്കിൾ ചെയ്ത് നിന്നാലാണല്ലോ നല്ല സാധനങ്ങൾ കിട്ടുക. അതുകൊണ്ട് മമ്മൂക്ക തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പല കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ വരികയും ഭക്ഷണം കഴിക്കാൻ വരികയും ഞങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണത ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മമ്മൂക്കയൊക്കെ ഇപ്പം മാറിപ്പോയി. ഇപ്പം മമ്മൂക്കൊക്കെ ഷൈൻ ടോം ചാക്കോയും വിനായകനും ശ്രീനാഥ് ബാസിയൊക്കെയാണ്. ഞാൻ ഇന്നൊരു സെക്കൻഡ് പാർട്ട് വരുന്നോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈചേട്ടനത് പറഞ്ഞു, ഞങ്ങൾ ഒന്നും ഇടാൻ നമുക്ക് സമ്മതിക്കില്ല. മിനിമം വിനായകൻ, ഷൈൻ ടോം ചാക്കോ, നമുക്കൊക്കെ എന്താണെന്ന് അറിയില്ല, പ്രശ്നക്കാരോട് ഇപ്പോൾ ഒരു ഇത് ഇഷ്ടം ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഇവരൊക്കെ എത്ര പ്രശ്നക്കാരാണോ? അയ്യോ, ഒട്ടുമില്ല. നമുക്ക് അതിലോട്ട് കിടക്കണ്ട, രാവിലെ തന്നെ വിവാദങ്ങളിലോട്ട് വേണ്ട. ഈ പിന്നെ നമ്മൾ ഇപ്പോൾ വിജയകുമാരേട്ടൻ ഈ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പല ഇപ്പോൾ
ഒരു സാന്നിധ്യം കൊണ്ടാണ് വിജയമരാട്ടന്റെ ഏറ്റവും രസകരമായിട്ട് അതിന്റെ ഒരു മാനറിസം ഒക്കെ ഭയങ്കര ഈ എന്റെ മനസ്സിൽ എനിക്ക് സത്യമായിട്ടും എനിക്ക് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളതായിരുന്നു. താങ്ക് യു. അപ്പോ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നത് എന്താണ്? ഇല്ല, ആ ഗ്യാപ്പ് അല്ല അത്, ഒട്ടുമല്ല. കാരണം എനിക്കിപ്പോൾ ഈ മാനറിസങ്ങളെന്ന് പറയുമ്പോഴുണ്ടല്ലോ, എന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഷാജി കൈലാസ് സാറാണ്. അതിൻ്റെ ഒരു വ്യക്തത, അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായല്ലോ. തലസ്ഥാനം എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ എനിക്ക് എൻ്റെ ഒരു ഓപ്പണിംഗ് സംഭവം തന്നെ ഭയങ്കര ഒരു യങ് ആംഗ്രി മാൻ എന്ന നിലവിൽ കോളേജിലെ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു കൊണ്ടുവരികയായിരുന്നു. തലസ്ഥാനം ഞാൻ തിയേറ്ററിൽ കണ്ട തിയേറ്ററിൽ എസ് എൽ തിയേറ്ററിലായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിക്കാരനാണ്, അപ്പൊ എറണാകുളത്തായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സരിതാ ആയിരുന്നു എന്റെ ഓർമ്മ. അപ്പൊ ഞാൻ പറയുന്നത് അത്തരം ജോണറിൽ ഷായ് സാറിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ അറിഞ്ഞോ അറിയാതെ എനിക്ക് ഇവരുടെ കൂടെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എന്തായിരുന്നാലും ഹീറോസിനെ കവർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ കാലത്തൊന്ന് ഓർക്കണം, 32 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇന്നാണ് കുറച്ചുകൂടെ ഇൻഡസ്ട്രി വൈഡായതും. അപ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാണ്, സാമീപ്യം കൊണ്ട് അതാണല്ലോ ഉദ്ദേശിച്ചത്. ശരിയാണ്. ചിലപ്പം ഈ ഷായ്ചേട്ടൻ്റെ ക്യാമറ വെക്കുമ്പോൾ നമുക്ക് പുള്ളിക്ക് അത് മതി, നമ്മളിൽ നിന്ന് ആ എഫക്റ്റ് പുള്ളി പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം പുള്ളി ഫ്രെയിം വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ ബോൾഡ് ആവും. അത് എൻ്റെ കുറ്റമല്ല, പക്ഷെ ഞാൻ അതല്ലാത്ത കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കാറ്റത്തൊരു പെൺപൂവ്, കൊക്കരക്കോ, ഇതൊക്കെ തിയേറ്ററിക് എക്സ്പീരിയൻസിൽ ഹിറ്റ് പടങ്ങളാണ്. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് ഇപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ്. കാരണം ഇന്നലെ എൻ്റെ അടുത്ത് ആരോ പറയുന്നത് കേട്ടു, ഈ 4K ഇറങ്ങുകയാണെങ്കിൽ നിനക്ക് കൊയ്ത്താണല്ലോ. ഞാൻ പറഞ്ഞു എന്ത് കൊയ്ത്ത്? അല്ല, നിന്റെ ഒരുപാട് പടങ്ങൾ ഇന്ന് വരുമല്ലോ. ഇപ്പൊ ഈ ലേലം, നരസിംഹം, പത്രം, ഇതൊക്കെ വരണമല്ലോ. അപ്പൊ അതിലൊക്കെ നിനക്ക് ഇനി ഇതുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു അതൊക്കെ ആദ്യം വരട്ടെ. കാരണം ഒരു കാര്യം നമുക്ക് എടുത്തു പറയാത്തതുണ്ട്, ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് അമ്പലക്കര ഫിലിംസാണ്. അമ്പലക്കര ബൈചേട്ടനെ കുറിച്ച് പറയാതിരിക്കും. കാരണം 24 വർഷങ്ങൾക്ക് ശേഷവും പുള്ളിയുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണിത്. കാരണം ഇതിൽ നല്ലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അത്രയും നന്നായിട്ട് പരസ്യം ചെയ്യുന്നുണ്ട്, എല്ലാ ട്രെയിനുകളിലും ഇതിന്റെ ഫ്ലക്സും. അപ്പം നല്ലൊരു എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പം പുള്ളിയുടെ പലപ്പോഴും പറയും, പുള്ളി അതിനുശേഷം എനിക്ക് തോന്നുന്നു സിനിമ വലുതായിട്ട് ചെയ്തിട്ടില്ല. അമ്പലക്കര ഫിലിംസ് പുള്ളിയുടെ ചേട്ടൻ അനിൽചേട്ടൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ബൈചേട്ടൻ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഒറ്റപ്പടം മതി. പക്ഷെ പുള്ളി ഇപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട്. മേ ബി ആയിരിക്കണമല്ലോ, വേറെ മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പം പുള്ളിയുടെ മക്കളും ഇതിൽ കുറച്ച് പാഷനുള്ളവരാണ്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിനെ ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഒരാഴ്ചയോ ഒരു ദിവസം പോലും ഒക്കെ ഓടുക തിയേറ്ററിൽ, അത് OTT-ൽ ചിലപ്പം വന്ന് ഓടിക്കാം. തിയേറ്ററിൽ ഓടുക എന്ന് വെച്ചാൽ വലിയ പാടാ. ഇത് അന്നത്തെ കാലത്ത് 100ഉം 150ഉം ദിവസം ഹൗസ്ഫുൾ ബോർഡിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു റിസ്ക്. അത് ഇതല്ല, നമ്മൾ ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. 150 കൂടുതൽ ഓടിയാൻ തോന്നുന്നു. 150 ദിവസത്തെ തിയേറ്ററിക് എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടും അത്തരം ടെക്നീഷ്യന്മാർ, ഇപ്പം ഷായ് സാറൊക്കെ ആണെങ്കിലും, ഇപ്പം ഈ അതേ സാറിൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കടുവ, ഹണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ പറയുകയെന്ന് വെച്ചാൽ തിയേറ്ററിക് ക്ലാപ്സ് അല്ലെങ്കിൽ തിയേറ്ററിക് ഹൗസ്ഫുൾ ബോർഡ് തൂക്കുക എന്നുള്ളതൊരു ചെറിയ കാര്യമൊന്നുമില്ല. എന്നാലും അവർ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ അവർ ഇങ്ങനെ പലയിടത്തും വന്നിരുന്നിട്ട് വലിയ വലിയ സംഭവങ്ങളൊന്നും പറയുന്നത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഷായ് സാറും ജോഷി സാറൊക്കെ ആയിട്ട്. വിജയകുമാരേട്ടൻ ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? മനസ്സിലായില്ല. അതായത് എന്തെങ്കിലും പ്രൊഫഷണലി ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ കയറ്റിറക്കങ്ങൾ വരും, അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അതിനൊക്കെ സ്വാഭാവികമായിട്ടും. ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു, ക്രൈസ്റ്റ് കിങ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. തലസ്ഥാനം ഞങ്ങളാണ് നിർമ്മിച്ചത്, കുലപതി ഞങ്ങൾ നിർമ്മിച്ചു. ഇപ്പം തലസ്ഥാനം 4KB ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം കാരണം അത് സുരേഷ് ചേട്ടൻ കൂടെ ഇനിഷ്യേറ്റീവ് പറഞ്ഞിട്ടാണ് അതിന്റെ പ്രിന്റും സംഭവങ്ങളും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ. കാരണം എല്ലാവരും ഇപ്പം അതിന്റെ ക്യാമറാമാൻ രവി കെ ചന്ദ്രൻ സാറാണ്. അപ്പം ഇത്തരം ലെജൻഡുകളുടെയൊക്കെ പ്രോഡക്റ്റുകളാണ് ഇതാണെന്നുള്ളതേ ജനങ്ങൾ അറിയണമല്ലോ. അപ്പം അതൊക്കെ വരുമ്പം എങ്ങനെയാവും എന്നുള്ള അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അത് എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഈ തലസ്ഥാനത്തിലെ ക്യാരക്ടറെ പോലെ ജീവിതത്തിലെ ആളിങ്ങനെ തീപ്പൊരിയാണോ? അല്ല, അങ്ങനെ തീപ്പൊരി ആയിട്ടൊന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് തീപ്പൊരി ആവുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ആംഗ്രി യങ് മാൻ എന്നുള്ളത് 32 വർഷം മുമ്പ് എനിക്ക് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, MG കോളേജിൽ നിന്ന് ഇറങ്ങി കാര്യവട്ടം ക്യാമ്പസിലോട്ട് കയറുമ്പോഴാണ് ഈ തലസ്ഥാനത്തിൻ്റെ ഇത് വരുന്നത്.
അങ്ങനെ തീപ്പൊരിയൊന്നും മനഃപൂർവ്വം ആകാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഈ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചോട്ടെ, ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അത്രയും പ്രാധാന്യമുള്ളൊരു വേഷം കിട്ടുക, അത്രയും ശ്രദ്ധ നേടുന്ന ഒരു വേഷമേ, അപ്പോൾ ക്യാമ്പസിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുമ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? അല്ല, അതിനുശേഷം പിന്നെ ക്യാമ്പസിൽ പോയിട്ടില്ല. ഞാൻ BA ബാച്ചുലർ ഓഫ് എക്കണോമിക്സ് MG കോളേജ് കഴിഞ്ഞിട്ട് MAക്ക് അത് പാസ്സായി. MAക്ക് ഞാൻ കാര്യവട്ടം ക്യാമ്പസിലോട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ സിനിമ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പലരോടും പറയും, ഇതൊരു എന്നെ ഇതിനു വേണ്ടി ദൈവം നിയോഗിച്ചു എന്നുള്ളത് പോലെയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ വരികയും, ഈ സിനിമ ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം, പക്ഷെ അതിനെ വിജയിപ്പിക്കുകയും ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും ഈവൻ കൈനിറയെ പണം ഉണ്ടായാൽ പോലും സംഭവിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അതിനേക്കാളുപരി എൻ്റെ അച്ഛനോടും പിന്നെ ഷായി സാറിനോടൊക്കെ എനിക്ക് എപ്പോഴും നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ജീവനായിട്ട് എങ്ങനെയാ ഇപ്പോഴത്തെ ഈ നവീന ചലച്ചിത്ര രംഗത്തെ നിർമ്മാണം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടോ? അതായത് ഇപ്പൊ അമ്മ പോലുള്ള സംഘടനകൾ സജീവമാണോ? പിന്നെ അമ്മയുടെ ആസ് എ ബിഗിനർ അംഗമാണ് ഞാൻ. അതായത് ഞങ്ങൾ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്നും പൈസ ഇവർ 3 പേരും ക്ലബ് ചെയ്തിട്ടാണല്ലോ പറയുന്നത്, ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതാണ് സത്യം. ഇവർ വാട്ടർ വർക്സിലായിരുന്നു, നമ്മുടെ തിരുവനന്തപുരം വാട്ടർ വർക്സിലായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ്. അതിലൊക്കെ ഒരുപാട് സീനിയർ മോസ്റ്റ് ആളുകൾ, സുകുമാരൻ സാറ്, സോമേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, ആ ഒരു 2 ജനറേഷൻ്റെ അവിടെ നിന്നാണ് ഇന്ന് ഇവിടെ വന്നിട്ട് രചനാ നാരായണൻകുട്ടിയും നമ്മുടെ ശോധാ മേനോനിലൊക്കെ എത്തി നിൽക്കുമ്പം നമ്മളതിന് മൗനമായിട്ട് വാച്ച് ചെയ്യുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയേണ്ട ഒരു വേദിയല്ല. അപ്പം പക്ഷേ ഞാൻ എൻ്റെതായ ഒപ്പീനിയൻ, എനിക്ക് ലാസ്റ്റ് സമയത്തൊരു ഇതൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ ഒരു ഇഷ്യൂ ഞാൻ വളരെ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അമ്മ പെണ്ണുമുടിയന്മാരുടെ സങ്കടമായി മാറുന്നു എന്നുള്ളത് ഞാൻ മനോരമയിൽ നന്നായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും, ഞങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളൊരു സംഘടനയിലെ കുറച്ച് പേരുണ്ട്, അവർ ഇങ്ങനെ ബാക്കിലായിരിക്കും എപ്പോഴും നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്കറിയാം തിരക്കഥ തുടങ്ങിക്കഴിഞ്ഞു. ആരൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല. അവർ തന്നെ തിരക്കഥ ഉണ്ടാക്കുന്നു, അവർ തന്നെ കഥാപാത്രങ്ങൾ വനയുന്നു. പിന്നെ നമ്മളൊരു എന്തിനാണ് വെറുതെ ഓരോന്നിനും പോകുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സൈലൻ്റായിട്ട്. പിന്നെ നമുക്ക് എപ്പോഴും എടുത്തു പറയത്തക്ക ഒരു കാവ്യനീതിയുണ്ട്. അതിനെ ആര് മറച്ചു വെച്ചാലും ആരൊക്കെ പിടിച്ചു വെച്ചാലും വരേണ്ട സംഭവങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ നല്ലതിനു വേണ്ടിയായിരിക്കാം. ഈ ഒരു ബിഗിനർ മെമ്പർ എന്ന നിലയിൽ എപ്പോഴെങ്കിലും ഈ സംഘടനയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പരസ്യ ചർച്ചയ്ക്ക് അവിടെ ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? തെറ്റിപ്പോയി, ബിഗിനർ മെമ്പർ അല്ല, മീൻസ് അത് മുതൽ സീനിയർ മോസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാനിപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തതല്ല, അമ്മേനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തതല്ല. എൻ്റെ ഒരു ഇഷ്യൂവിൽ ഒരു ഇത് വന്നപ്പോൾ ഞാനതിനെ പരസ്യമായിട്ട് പത്രക്കാരെടുത്ത് പറഞ്ഞു. അമ്മ സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അമ്മ സഹായിക്കുന്നില്ലെന്നല്ല, അമ്മ ഇങ്ങനെ പെണ്ണുപിടിയന്മാരെയും അവരെയൊക്കെയാണല്ലോ സംരക്ഷിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ഒരു കൊളോക്കിയൽ ഭാഷയിൽ, അറിവില്ലായ്മ ചിലപ്പോൾ നമുക്കത് പൊളൈറ്റ് അതിനെ എക്സ്ക്യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം. കാരണം അന്ന് ഈ വിജയ് ബാബു ഒക്കെ ഇഷ്യൂവിൽ പെട്ടിട്ട് ഞാൻ അതിനെ എടുത്തു പറഞ്ഞത്. പുള്ളിയൊക്കെ ഓടിക്കയറുമ്പം, അതായത് ആർക്കും എന്തും കാണിച്ചിട്ട് ഓടിക്കയറാൻ പറ്റുന്നൊരു ഓഫീസായി മാറി. അത് വിഷ്വലി കാണുമ്പോഴേ നമുക്ക് അങ്ങനെയുള്ളൊരു വിഷമമൊക്കെ, ഇതെൻ്റെ മാത്രമല്ല, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ അത് ഒരുപാട് കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിനൊന്നും ആർക്ക് സമയമില്ല. നമ്മൾ ഈ ജോലി ചെയ്യുക, മുന്നോട്ട് പോവുക, പിന്നെ കാണേണ്ട സത്യങ്ങൾ കാലം തെളിയിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കാവ്യനീതി. യെസ്, അതിനിപ്പം ആരുടെ കാര്യത്തിലായിരുന്നാലും ശരി, അത് കാലം കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയോ അവരെ ചെളിവാരി എറിയുകയോ, പിന്നെ തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് തെറ്റ് പറ്റുന്നില്ലേ? അതൊക്കെ പറ്റുക, പിന്നെ അതൊക്കെ തിരുത്തി അത് പോവും എന്നുള്ളതാണ്. ഈ ഞാൻ പറഞ്ഞത് സ്പെസിഫിക്കലി ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പലരും, വേറെ ആരൊന്നുമില്ല, 1-2 പേരുടെ അടുത്ത് ചോദിച്ചു, പക്ഷെ അവർക്കൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പറ്റിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും വലിയേട്ടൻ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വലിയ പ്രതീക്ഷയുണ്ട്, നമ്മൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അത്രമാത്രം എന്താ പറയുക, ഗൂസ് ബംസോടുകൂടി കണ്ട സിനിമയാണ്. അപ്പോൾ അത് 4K അറ്റ്മോസിൽ എത്തുമ്പോൾ അതിന്റെ ഒരു വൻ ക്യാൻവാസിലേക്ക് എത്തുന്നു. അതിന്റെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പാകത്തിന് തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥന. വിജയകുമാരേട്ടൻ, താങ്ക് യു സോ മച്ച്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. അതിനേക്കാൾ ഉപരി ഞാനിപ്പം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണല്ലോ, കാരണം ഇന്ന് അവിടെ പ്രൊമോഷൻ എന്തൊക്കെയോ നടക്കും. എൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ജോലിക്ക് വേണ്ടി വന്നപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നതാണ്. ഇങ്ങനെ ഒരു റിലീസിങ്, എൻ്റെ സെക്കൻഡ് റിലീസിങ് ഡേയിൽ തന്നെ ഇതിനൊരു സ്പേസ് തന്നതിന് താങ്ക് യു ഫോർ News 18.
എല്ലാ ആശംസകളും നേരുന്നു. പടവും സക്സസ് ആവട്ടെ. ഉറപ്പായിട്ടും പടം സക്സസ് ആവുമെന്ന് നമ്മൾ ഉറപ്പായിട്ടും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മൾ തിരികെ എത്താൻ രാവിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. സാമൂഹ്യക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരി സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ. ഓഫീസ് അസിസ്റ്റന്റുമാർ മുതൽ ഗസറ്റഡ് ഓഫീസർമാർ വരെ തട്ടിപ്പ് നടത്തിയെന്ന് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. 1458 ഉദ്യോഗസ്ഥരുടെ പേര് വിവരം പുറത്തുവിട്ടു. പെൻഷൻ തട്ടിപ്പുകാരിൽ കൂടുതൽ പേർ ആരോഗ്യവകുപ്പിൽ. തട്ടിപ്പുകാരുടെ പട്ടിക പൂർണ്ണമായി പുറത്തുവന്നാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി. ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. അനധികൃതമായി വാങ്ങിയ പണം തിരികെ പിടിക്കും. പെൻഷന് അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെന്ന് മന്ത്രി. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ ജീവനക്കാരിൽ കള്ളനാണയങ്ങൾ കാണുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്തില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. പെൻഷൻ പ്രായം 60 ആക്കണമെന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ തള്ളി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണ ആവശ്യം തള്ളി CPM. നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ് CPM എന്നും MV ഗോവിന്ദൻ. ADMന്റെ മരണം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് CITU നേതാവ് മലയാലപ്പുഴ മോഹനൻ. CBI അന്വേഷണത്തെ എതിർക്കുകയല്ല പാർട്ടി സെക്രട്ടറി ചെയ്തത്. കൂട്ടിലടച്ച തത്ത എന്നത് കോടതി മുൻപ് പറഞ്ഞ അഭിപ്രായമെന്നും മോഹനൻ പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിൽ നിലപാട് അറിയിക്കാൻ CBIയോട് ഹൈക്കോടതി. CBIക്കും സർക്കാരിനും നോട്ടീസ് അയച്ചു. കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കണം. കേസ് ഡിസംബർ 6 വീണ്ടും പരിഗണിക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ വേട്ടക്കാർക്കൊപ്പം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുടുംബം ഉന്നയിക്കുന്ന CBI ആവശ്യം സർക്കാർ സമ്മതിക്കണം. പാർട്ടി രഹസ്യം അറിയുന്ന ദിവ്യയെ CPM സംരക്ഷിക്കുന്നു. മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നും സതീശൻ പറഞ്ഞു. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന CPM വാദം നാടകമെന്ന് K സുരേന്ദ്രൻ. പ്രത്യേക അന്വേഷണ സംഘം ദിവ്യയെയും കളക്ടറെയും സംരക്ഷിച്ചു. നീതിപീഠം കണ്ണു തുറക്കുമെന്നാണ് പ്രതീക്ഷ. നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമാണ് സുരേന്ദ്രന്റെ പ്രതികരണം. അന്വേഷണം അട്ടിമറിച്ച് പിണറായി സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തെ വഞ്ചിച്ചുവെന്ന് K സുധാകരൻ. CPMന്റെ കണ്ണൂർ ലോബി PP ദിവ്യയെ സംരക്ഷിക്കാൻ പോലീസ് അന്വേഷണം അട്ടിമറിച്ചു. അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. കേരളത്തിലെത്തിയത് 14 അംഗ കുറുവാ സംഘമെന്ന് പോലീസ്. സന്തോഷിനെ മാത്രമാണ് പിടികൂടാനായത്. 13 പേരെ കണ്ടെത്താനുണ്ട്. 4 പേർ കൊച്ചി വിട്ടിട്ടില്ല. സന്തോഷിന് തിരുട്ടു ഗ്രാമത്തിൽ 3 വീടുകളുണ്ടെന്നും കണ്ടെത്തി. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകി മാതാപിതാക്കൾ. സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം. കോളേജ് അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയിലും അന്വേഷണം വേണം. എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും കുടുംബം പറഞ്ഞു. അമ്മു സജീവന്റെ മരണത്തിൽ 3 പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കേസ് അന്വേഷണം പത്തനംതിട്ട DYSP നന്ദകുമാർ ഏറ്റെടുക്കും. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസ് DYSPക്ക് കൈമാറുന്നത്. അടൂരിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച +2 വിദ്യാർത്ഥി. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് തുക ഉടൻ തിരിച്ചുപിടിക്കാൻ സർക്കാർ. പലിശയടക്കം തുക സമയബന്ധിതമായി തിരിച്ചുപിടിക്കും. അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടത്തും. ഇവരെ സഹായിച്ചവരെ കണ്ടെത്താനും പരിശോധന. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. ചടങ്ങ് തുറമുഖ മന്ത്രിയുടെ ഓഫീസിൽ രാവിലെ 11-ന്. കരാറിലുള്ളത് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് കരാർ ഏറെ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിൽ സർക്കാർ.
ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിന് പുറമെ സീപ്ലെയിൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് കൈനഗിരി പഞ്ചായത്തും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ന്യൂസ് 18നോട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുരളീധരൻ കോഞ്ചേരി ഇല്ലം നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് കിടപ്പാടം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട അപേക്ഷ നൽകിയത് 2022-ൽ. വ്യവസായ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത് 2 വർഷം വൈകി കഴിഞ്ഞയാഴ്ച. ഗത്യന്തരമില്ലാതെ ഫാക്ടറി പൂട്ടി വ്യവസായി. വീടും സ്ഥലവും ലേലം ചെയ്ത് ബാങ്ക്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ ആത്മഹത്യയിൽ അന്വേഷണവുമായി പോലീസ്. മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് വെള്ളറട CIയുടെ നേതൃത്വത്തിലുള്ള സംഘം. ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളിൽ തെളിവ് ലഭിച്ചാൽ മറ്റ് വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് പോലീസ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ തുടർ നടപടികൾക്കായി പെൺകുട്ടിയുടെ കുടുംബം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തും. ആദ്യ പരാതി ഹൈക്കോടതി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയതാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഭർത്താവ് രാഹുൽ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പുകൂടി ലംഘിച്ചെന്ന പെൺകുട്ടിയുടെ കുടുംബം. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 47ാം ദിവസത്തിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും വ്യക്തികളും സമരപന്തലിലേക്ക്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സമരസമിതി. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷ. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മൂത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ 4-അംഗ സംഘം സ്വർണം കവർന്നത്. കവർച്ച നടന്നത് ഇന്നലെ രാത്രി 10:30-ഓടെ. വയനാട് ലോക്സഭാ MPയായി പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് രവീന്ദ്ര വസന്ത് റാവുവും ഇന്ന് ചുമതലയേൽക്കും. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങും. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലെ 74,463 തീർത്ഥാടകർ 18ാം പടി കയറി. ഇന്ന് രാവിലെ 6 മണിവരെ 10,325 ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ ഇന്ന് BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചേക്കും. 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായേക്കും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇന്ന് ഡൽഹിയിലെത്തി BJP ദേശീയ നേതാക്കളെ കാണും. അതിനിടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി കേന്ദ്രം അനുവദിച്ചു. അമിത്ഷാ ചെയർമാനായ ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾക്കായി 1115.67 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും 139 കോടി രൂപ വീതവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപയും മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപയുമാണ് അനുവദിച്ചത്. കർണാടകത്തിനും കേരളത്തിനും 72 കോടി രൂപ വീതവും തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും 50 കോടി രൂപ വീതവും അനുവദിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകാൻ ലെബനനിലെ ആയിരങ്ങൾ. പലായനം ചെയ്തവർ തിരികെ പോകാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ നിർത്താതെ തുടരുന്ന ആക്രമണത്തിന് താൽക്കാലിക ശമനം വന്നതോടെ. തെക്കൻ ലെബനനിലേക്ക് പോകുന്ന റോഡുകളിൽ വൻ തിരക്ക്. വെടിനിർത്തൽ വരുന്ന 60 ദിവസങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നും ഏത് നിമിഷവും ഈ കരാർ ലംഘിക്കപ്പെടുമെന്നും ആശങ്കയിൽ ലെബനൻ സ്വദേശികൾ. സ്ട്രാസ്ബർഗിലെ യൂറോപ്യൻ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പലസ്തീൻ അനുകൂല പ്രകടനം.
ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രകടനം. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ. ഗാസയിൽ ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണമെന്ന് ആവശ്യം. കായിക വാർത്തകൾ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയെ നേരിടും. മൂന്ന് തുടർ തോൽവികൾക്ക് ശേഷം വിജയവഴിയിൽ മടങ്ങിയെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. അവസാന മത്സരത്തിൽ ചെന്നൈയിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തകർത്ത ശേഷമാണ് വീണ്ടും ഹോം ഗ്രൌണ്ടിൽ കളിക്കാനിറങ്ങുന്നത്. മുംബൈയോട് പരാജയപ്പെട്ട ശേഷം തോൽവി അറിയാതെ 3 മത്സരങ്ങൾ പിന്നിട്ട ശേഷമാണ് ഗോവ കൊച്ചിയിലേക്ക് എത്തുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനെ തകർത്ത് ലിവർപൂൾ. വിജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. 5 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുമായി ലിവർപൂൾ ഒന്നാമത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിലെ 3ാം കളിയിൽ ഇന്ത്യയുടെ ഗുകേഷിന് വിജയം. നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ വീഴ്ത്തി ഗുകേഷ്. 14 പോരാട്ടങ്ങൾ ഉൾപ്പെട്ട ഫൈനലിലെ ഗുകേഷിന്റെ ആദ്യ ജയം. ഇതോടെ ഇരുവർക്കും 1.5 പോയിന്റ് വീതമായി. പ്രാദേശികം. ഭീമാപ്പള്ളി ഉറൂസിന് അടുത്ത മാസം 3-ന് തുടക്കമാകും. രാവിലെ 11 മിനാരങ്ങളിൽ പതാക ഉയർത്തും. ആദ്യ ദിവസത്തെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭീമാപ്പള്ളി ചീഫ് ഇമാം സയ്യദ് നജുമുദ്ദീൻ പൂക്കോയ തങ്ങൾ നേതൃത്വം നൽകും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നും KSRTC സർവീസ് നടത്തും. ഡിസംബർ 13 വരെയാണ് ഉറൂസ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ശില്പം സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച കൊല്ലം ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ശില്പം സ്ഥാപിച്ചത്. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു. തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ചു മറിഞ്ഞു. രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. കാർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഉണ്ടായിരുന്ന ആൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഠിനംകുളം സ്വദേശി വിനോദിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിനിമാ വാർത്തകൾ. ക്യാൻസർ എന്ന മാരക രോഗം ഒറ്റപ്പെടുത്തിയ ഒരു കാർഷിക ഗ്രാമത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ദ ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. തൃശൂർ അമല ഹോസ്പിറ്റലിലും പരിസരങ്ങളിലുമായായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം. NN ബൈജു രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററിലെത്തും. ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം. വീണ്ടും സ്വാഗതം. രാവിലെ തുടരുകയാണ്. നമ്മൾ മറ്റൊരു അതിഥിയിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, ന്യൂസ് 18 സോഷ്യൽ മീഡിയ പുരസ്കാരങ്ങൾ, അതായത് ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് പ്രേക്ഷകരെല്ലാം അറിഞ്ഞിരിക്കും. അതിൽ നമ്മൾ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അതിലെ അവാർഡ് ജേതാക്കളാണ് ഈ ദിവസങ്ങളെല്ലാം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ അതിന്റെ കട്ടൻ റൈസർ പ്രോഗ്രാം കാണാം. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും അവാർഡ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. വൈകിട്ട് നിങ്ങൾക്ക് കാണാം ന്യൂസ് 18 തന്നെ. അപ്പോൾ നമുക്ക് കടക്കാം അതിഥിയിലേക്ക്. ന്യൂസ് 18ന്റെ അവാർഡ് നിർണയ ജൂറി അതിൽ ഒരു വൈവിധ്യമാർന്ന സോഷ്യൽ മീഡിയയിലെ പ്രകടനങ്ങളെ നോക്കി കണ്ടപ്പോൾ അതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള ചില ആളുകളെ നമുക്ക് മുന്നിലേക്ക് എത്തി. അതിൽ പെട്ട ഒരാളായിരുന്നു അത് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള പാട്ട് വർത്തമാനം എന്ന പേജ്. ഈ പാട്ട് വർത്തമാനം എന്ന പേജിൽ അതിൽ ഇൻഫർമേഷൻ ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, നമ്മളെ അമ്പരപ്പിക്കുന്ന കഥയുണ്ട്, വിസ്മയിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെക്കുന്ന ദിവ കൃഷ്ണയ്ക്കാണ് ന്യൂസ് 18 DA 2024 ഇൻഫോർടൈനർ പുരസ്കാരം.
ദിവ നമ്മോടൊപ്പം ഉണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ദിവ. ഈ Dia24 ദിവ എല്ലാം കൂടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നു. അപ്പൊ ദിവ, വെരി ഗുഡ് മോർണിംഗ്. എവിടെയാണുള്ളത്? ഞാനിപ്പോ വർക്കലയില് യാത്രയിലാണല്ലേ? ഓക്കെ. എന്താണ് പാട്ട് വർത്തമാനത്തിന്റെ പരിപാടികളുമായിട്ടാണോ അതോ വ്യക്തിപരമാണോ? അല്ല, പേഴ്സണലായിട്ട്. ശരി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ദിവ നമ്മുടെ അന്നത്തെ അവാർഡ് ഫംഗ്ഷനും അന്നത്തെ ആ കൂട്ടായ്മയും ഒത്തുചേരലും ഒക്കെ? അടിപൊളി പരിപാടിയായിരുന്നു. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നപ്പോഴായിരുന്നാലും ഞാനും ഇങ്ങനെ മൊബൈൽ സ്ക്രീനിലൂടെ കണ്ട് നമ്മുടെ ഒരു കുടുംബത്തിലെ തന്നെ ഒരു അംഗം പോലെ ആയ ഒരുപാട് പേരെ അവിടെ വെച്ച് കാണാൻ പറ്റി. അബിയായിരുന്നാലും ഗംഗയായിരുന്നാലും അങ്ങനെ ഒരുപാട് പേര് അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സൈജ് ചേട്ടൻ, അജു വർഗീസ്, അവരെല്ലാം കണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റി. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. റൈറ്റ്. ദിവയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വൈറലായി മാറുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ എനിക്ക് തോന്നുന്നു ദിവയുടെ ഒരു ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്ത മൊണ്ടാജിലെ ദിവയുടെ സ്റ്റില്ലാണ് നോക്കുക. അവിടെ എവിടെയോ ഒരു മോഹൻലാലിന്റെ ഒരു ചെരിഞ്ഞു നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തോ അറിയില്ല. ദിവ പ്രേക്ഷകർക്കായി പറയാണ്, ദിവ ഈ പറഞ്ഞ പോലെ നമ്മൾ പാട്ട് വർത്തമാനം എന്ന് പറഞ്ഞ പേജ് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷെ അത്രയും പാട്ട് വർത്തമാനത്തിലെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ആ ഒരു സംസാര രീതിയൊന്നും അല്ല നേരിട്ട് സംസാരിക്കുമ്പോൾ. ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ച് ചോദിച്ചിരുന്നു ദിവയ്ക്ക് അതുപോലെ ഒരു പാട്ട് വർത്തമാന വിശേഷം ഇപ്പോൾ ലൈവായി പറയാൻ പറ്റുമോ? അപ്പൊ ദിവ പെട്ടെന്ന് നോ ദയവേത് ചതിക്കില്ലേ എന്ന് പറഞ്ഞ് അഭിനയമാണ്. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ക്യാരക്ടറായി മാറുന്നല്ലേ. എപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ദിവ, ഈ ഒരുപാട് പാട്ടുകളെ തിരഞ്ഞെടുക്കുന്ന രീതി, അത് പാട്ടിന്റെ സെലക്ഷൻ, അതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഓർമ്മയിലുള്ള പാട്ടുകൾ തന്നെ തിരഞ്ഞെടുത്ത് അതിന്റെ പിന്നിലെ കഥകൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻഫർമേഷൻ പങ്കുവെക്കുക എന്നുള്ളതാണല്ലോ. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ആശയമായിരുന്നു. എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ആരംഭിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവരാം എന്നുള്ള ചിന്ത എവിടെ നിന്ന് വന്നാണ്? പാട്ടുകൾ കുഞ്ഞിലെ മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഈ പാട്ടിന്റെ പിന്നിലുള്ള കഥകൾ, പിന്നാമ്പുറ കഥകളൊക്കെ ചെയ്യുന്നതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു കുഞ്ഞിലെ മുതലേ. അപ്പൊ ഞാനും ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ ആയിരുന്നാലും നമ്മളിങ്ങനെ ഏതെങ്കിലും പാട്ടുകളെ പറ്റിയോ സിനിമകളെ പറ്റിയോ ഒക്കെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ട്രിവിയാസ് അല്ലെങ്കിൽ അധികമായിട്ട് ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ പറയും. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് അത് കേൾക്കുമ്പോ അങ്ങനെയാണോ എന്താണ് ഒരു അത്ഭുതം ഉണ്ടാവും. അപ്പൊ ആ അത്ഭുതം കണ്ട് രസിച്ചിരുന്ന മാടമ്പള്ളിയിലെ മനോരോഗിയായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു എന്തൂസിയാസവും നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റവും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ട് തന്നെ ആവാം ഇങ്ങനൊരു പേജ് തുടങ്ങാമെന്നുള്ളൊരു ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയപ്പോ നമുക്ക് അറിയാവുന്നുള്ള കാര്യം അല്ലെ അറിയാവുന്ന ഒരു മേഖല, ആ ഒരു നിശ്ചയം പിടിച്ച് തുടങ്ങാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടായിരിക്കും. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഓക്കെ എന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ദിവ, ഈ പിന്നാമ്പുറ കഥകളിലേക്കുള്ള ചെകഞ്ഞു പോക്ക് എന്ന് പറഞ്ഞല്ലോ, അതൊരു ലിങ്ക് വേണമല്ലോ. ആ ഒരു ലിങ്ക് എന്താണ്? ലിങ്ക് അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. കുഞ്ഞിലെ എപ്പോഴോ ഞാന് പാട്ടുകൾ എഴുതി വെക്കുമായിരുന്നു. എനിക്ക് ഒരു വീട്ടിലൊരു 2-3 ഡയറി ഉണ്ട് പഴയ, ഇപ്പൊ തപ്പിയാൽ കാണും. അതിൽ ഈ പാട്ടുകളെല്ലാം ഞാൻ കേട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് എഴുതി വെക്കുമായിരുന്നു. പിന്നീട് ഞാനൊക്കെ ഒരു ഹൈസ്കൂൾ ടൈം ഒക്കെ ആയപ്പോഴത്തേക്കും റെക്കോർഡിംഗ് ഫീച്ചറുള്ള ഫോണൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ടി വിയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട് വന്നാൽ ഉടനെ ഫോൺ അവിടെ കൊണ്ടുവച്ചിട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അത് കേട്ട് ആ വരികളൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ പല പാട്ടുകളുടെയും വരികളൊക്കെ കാണാപ്പാടമാണ് കുഞ്ഞിലെ മുതലേ. ഓക്കെ, അങ്ങതായിരിക്കും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇനി ഒരു പാട്ടിന്റെ പിന്നാമ്പുറത്തേക്ക് ദിവ എത്താനുള്ള സാധ്യതയുണ്ട്? അതായത് ലിറിക്സോ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും സാധ്യത? മ്യൂസിക് യാതൊരു സാധ്യതയില്ല, കാരണം എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, 1-2 വരികളൊക്കെ എഴുതിയിട്ടുണ്ട്. തമിഴിലൊരു ലിറിക് എഴുതിയിട്ടുണ്ട്, ഒരു ആൽബം. അത് കാർത്തിക് സാറാണ് പാടിയത്. മലയാളത്തിലൊരു ഷോർട്ട് ഫിലിമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് പാടിയത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി കൊടുക്കും. പാട്ട് വർത്തമാനം മാത്രമല്ല, പാട്ട് എഴുത്തുണ്ട്. അതെ, വല്ലപ്പോഴും.
ഓക്കെ ദിവ, ഇനി മറ്റൊന്ന്, ഇത്രയും പാട്ടുകളുടെ കഥയും പാട്ടിന്റെ പിന്നാമ്പുറ കഥകളൊക്കെ പറയുന്ന ദിവയ്ക്ക് ഒരു ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ, പേഴ്സണൽ ഫേവറേറ്റ്, അത് ആരാണ് മ്യൂസിക്കിൽ? വിദ്യാജിയാണ്. അത് അദ്ദേഹത്തെ കാണുകയും ചെയ്തല്ലോ അല്ലേ? അതെ 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 അതെ. അയ്യോ, അത് ഭയങ്കര ബന്ധാണ്. എനിക്കത് പറയാൻ വാക്കുകളില്ല. നമ്മൾ ഈ ദൈവത്തെയൊക്കെ കണ്ടു എന്ന് പറയുന്ന പോലെ നമ്മള് കൊച്ചിലെ മുതലേ കേട്ട് വളർന്ന പാട്ടുകളെല്ലാം പുള്ളിയുടേതാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. എനിക്കത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ കണ്ടാണ്. ഞാൻ ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന അമ്പാടി പയ്യകൾ, മിഴിയറിയാതെ വന്നു നീ, കണ്ണാടി കൂടും കൂട്ടി, ഒത്തിരി 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 സ്വപ്നങ്ങൾ, പിന്നെ വെണ്ണില ചന്ദ്രകിരണം, ഇങ്ങനെ ഈ പറയുന്ന എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ പാട്ടും ഒറ്റ മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമുണ്ട്. 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ സമയത്ത്. അപ്പൊ മുതൽ ഞാൻ ഇങ്ങനെ ഭ്രാന്തമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ് വിദ്യാജി. ഈ പറഞ്ഞ പാട്ടുകൾ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു പാട്ട് വർത്താനം പറയാം, ഒരു കഥ. ഈ പറഞ്ഞ പാട്ട് അതിങ്ങനെ പെട്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു റിസർച്ച് ഉണ്ട്. ഞാൻ ഇവിടെ ഞാനിപ്പോ എൽദോസ് സംസാരിച്ചോണ്ടിരുന്നില്ലേ, വിജയകുമാറേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ വല്യേട്ടനിലെ പാട്ടുകളെ പറ്റി പറഞ്ഞു. അപ്പൊ അതില് നിറനാഴി പൊന്നിൽ എന്ന് പറഞ്ഞ പാട്ടിനെ പറ്റിയിട്ട് അപ്പൊ ആ പാട്ട് എന്ന് പറയുന്നത് MG ശ്രീകുമാർ സാറ് പാടിയ പാട്ടാണ്. ആ പാട്ട് അറിയാലോ, ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നതും ഡബിൾ ട്രാക്ക് ആണ് ആ പാട്ട്. അപ്പൊ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട് MG സാർ രാവിലെ സ്റ്റുഡിയോയിൽ എത്തുകയാണ്. മോഹൻ സിത്താര സാറാണ് മ്യൂസിക്. ഇപ്പൊ രാവിലെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പാടി, ഉച്ചവരെ പാടി, ഉച്ചയ്ക്ക് പോയി ഊണൊക്കെ കഴിച്ചിട്ട് വന്നു, വീണ്ടും പാടി, വൈകിട്ടായപ്പോ പോയി ചായ കടിയൊക്കെ കഴിച്ചിട്ട് വന്നു, വീണ്ടും പാടി. അങ്ങനെ പുള്ളി രാവിലെ മുതല് വൈകുന്നേരം രാത്രി വരെ ഒരു ദിവസം മുഴുവൻ എടുത്തിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ട് പാടി തീർത്തൊരു പാട്ടാണ് ഈ നിറനാഴി പൊന്നിൽ എന്ന് പറയുന്ന പാട്ട്. അപ്പൊ അത് നമുക്ക് ആ ഒരു എഫേർട്ടൊക്കെ കൊണ്ടിട്ടായിരിക്കണം നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും സ്റ്റിൽ ഫ്രഷ് ആണ് ആ പാട്ട്. അതെ അതെ, ഉറപ്പായിട്ടും ഈ ആ പാട്ടിന്റെ ഒരു ഫ്രഷ്നെസ്സും എനർജിയും, അത് ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആ പാട്ടിന്റെ ഒരു വല്ലാത്തൊരു ബൂമായിരുന്നു. അന്നത്തേക്കാൾ ഹിറ്റായി മാറി ഇപ്പോൾ ആ പാട്ട്. സത്യം. ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ആ സിനിമ അന്ന് കണ്ടിട്ടില്ലാത്തവർക്കും ഒക്കെ ഈ പാട്ട് ഭയങ്കര സുപരിചിതമായി. അതെ 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 അതെ. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്തായാലും ദിയ, ഒരുപാട് സന്തോഷം നമ്മോടൊപ്പം ചേർന്ന്. അപ്പോൾ ദിയനെ അന്ന് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കൺഫ്യൂഷൻ, ദിവ. ഓക്കെ ദിവ, പിന്നെ സോറി ഫോർ ദാറ്റ്. എന്തായാലും ദിവ വന്നതിന് ഒരുപാട് സന്തോഷം. അന്ന് വേദിയിൽ കണ്ടപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് രസകരമായി തന്നെ ദിവ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഇതുവരെ പറയാത്ത 1-2 കാര്യങ്ങൾ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ കണ്ടാൽ മതി. 2 പാട്ട് വർത്തമാനമുണ്ട്. അതെ, എക്സ്ക്ലൂസീവ്. അതെ അതെ, എക്സ്ക്ലൂസീവ് ഫ്രം ദിവ കൃഷ്ണ. റൈറ്റ്. അപ്പോൾ ഒരുപാട് സന്തോഷം ദിവയ്ക്ക് ഇതുപോലുള്ള പുരസ്കാരങ്ങൾ ഒരുപാട് ദിവയെ തേടിയെത്തട്ടെ. ദിവ കൃഷ്ണ പാട്ട് വർത്തമാനത്തിനും അപ്പുറം പാട്ടെഴുത്തിന്റെ വലിയ 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 പടികളിൽ കയറി ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Pittappalil Agencies presents News 18 Kerala DR 2024. സൈജോട്ടെ സപ്പോർട്ട് ചെയ്തപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് സൈജോട്ടെ നായനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തു. പുറത്ത് നോക്കാൻ നടന്നാൽ നിങ്ങൾ ഞാൻ അടിക്കും. സൈജോട്ടെ കോട്ടിട്ട് കണ്ടല്ലോ, കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോൾ നമ്മൾ എന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും ചേട്ടാ പാത്രം കഴുകേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. പൊളിക്കാതിരിക്കാൻ പറ്റുമോ? മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്. എല്ലാ സിനിമയിലും ഞാൻ സ്കൂളിൽ ഇരുന്നപ്പോഴാണ് ഞാൻ അവാർഡ് പ്രഖ്യാപിച്ചത്. അതിന്റെ എല്ലാ കാരണക്കാരൻ ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. Pittappalil Agencies presents News 18 Keralam DR Digital Influencer Award 2024, powered by Amrit Veni, co-powered by Ponkadir and Reliance Industries Limited. Special partners Maharani Wedding Collections, Petra Steel Doors and Vinco's Curry Powder. Travel partner Citrus Holidays Private Limited. In association with Urban Gramin Society Gold Loan, Swarnamukhi Gold and Diamonds, Shree Mati.